താങ്ക് യു ആൾ ഡോക്ടേഴ്സ് ഇൻ ഇംഗ്ലീഷ് സെഷൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 22 വ്യാഴാഴ്ച IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1452 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ് നയിക്കുവാനായി എത്തുന്നത് ഡോക്ടർ അക്ഷത് അരവിന്ദാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസവും ഒരു ക്ലാസ് എടുത്തിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് അടുത്ത ക്ലാസ് എടുക്കുന്നത്. എന്തായാലും ഇന്ന് ഡോക്ടറുടെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ വളരെ സ്നേഹപൂർവ്വവും സന്തോഷപൂർവ്വവും സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ എത്തിയിട്ടുണ്ട്. ഡോക്ടർ അരവിന്ദാക്ഷൻ വേണം. തിരിച്ച് ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഡോക്ടർ കറക്റ്റ് സമയത്ത് തന്നെ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. ഡോക്ടറുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ അക്ഷത് അരവിന്ദിനെ വളരെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ നമ്മുടെ തിരുവനന്തപുരം ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഡോക്ടർ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പേര് കൊണ്ടുള്ള ഒരു അയ്യര് കളി ഇന്നും തീർന്നിട്ടില്ല. അത് ഒരു 5th സ്റ്റാൻഡേർഡ് വരെ എന്റെ പേര് ഇതല്ല. അത് ശരിക്കും വെളിപ്പെടുത്താൻ വെക്കുന്നില്ല. പക്ഷെ ഡേറ്റ് ഓഫ് ബർത്തിൽ ബർത്ത് സർട്ടിഫിക്കറ്റിലൊക്കെ അരവിന്ദാക്ഷൻ എന്നുള്ള ഒറ്റ പേരാണ്. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതിനു ശേഷം അത് അരവിന്ദ് അക്ഷൻ ആയി. ഞാനും അത് കൊണ്ട് നടക്കാൻ തുടങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഒരു അപ്പൂപ്പന്റെ പേരാണെന്ന് പറയാൻ ശേഷം പിന്നെ അരവിന്ദ് മാത്രമേ ഞാൻ വെളിയിൽ പറയാറുള്ളൂ. ഇപ്പൊ അത് കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. അക്ഷൻ അരവിന്ദ് എന്നുള്ള രീതിയില്. മേഡം കളിയാക്കി പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞാണ്. ശരിക്കും ഈ പേരിങ്ങനെ പറഞ്ഞത് കൊണ്ട് നമുക്ക് ഈ ഒരു ഇത് നമ്മുടെ വിഷയമല്ല, പക്ഷെ നമ്മൾ ഹോമിയോപ്പതിയായിട്ട് കണക്ട് ചെയ്ത് വരും. അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാന്നേ ഉള്ളൂ. ചില പേഷ്യൻസിന് അല്ലെങ്കിൽ ചില പേഴ്സൺസിന് സ്വന്തം പേര് പറയാൻ അവർക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പൊ എന്റെ കാര്യം തന്നെ, എന്നോടത് എന്റെ നമ്മളെ കുഞ്ഞുനാൾ മുതലേ നമ്മൾ അവര് പറഞ്ഞ് കളിയാക്കുമായിരിക്കും. സ്കൂള്, കോളേജ്, പിന്നെ നല്ല നല്ല പെമ്പിള്ളേര് എല്ലാവരും പറയാം, ഇത് അപ്പൂപ്പന്റെ പേരല്ലേ, ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയും. അപ്പൊ വെളിയിൽ ചെന്ന് എവിടെയെങ്കിലും എന്നോട് പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും അരവിന്ദാക്ഷൻ ഇങ്ങനെ പറയും. എന്തോ അരവിന്ദാക്ഷൻ. അതങ്ങനെ ഉറക്കെ പറയൂ. ഇല്ല, ഉറക്കെ പറയാൻ മനസ്സ് വരണ്ടേ എന്ന് ഞാൻ മനസ്സിൽ പറയാറുണ്ട്. സ്വന്തം പേരിനോടുള്ള ചെറിയ ഒരു അതായത് വെളിപ്പെടുത്താനുള്ള ഒരു ഐഡന്റിറ്റി ഇഷ്യൂസ് ഉണ്ടാകുന്ന എത്രയോ പേര് നമ്മുടെ കയ്യിലുണ്ടാകും. നമ്മൾ പലപ്പോഴും കേസ് റെക്കോർഡ്സിലെ പേര് എഴുതുമ്പോൾ നമ്മൾ പേര് ചോദിക്കുമ്പോൾ പേഷ്യൻസ് പലപ്പോഴും ഫുൾ നെയിം പറയത്തില്ല. ഫുൾ നെയിം പറയാതിരിക്കുന്നവരെ, അങ്ങനെ ഒരു ഐഡന്റിറ്റി ഇഷ്യൂസ്, അവർക്ക് ആ പേര് ഇഷ്ടമില്ല, പക്ഷെ വീട്ടുകാരോ പേരൻസോ വച്ച് കൊണ്ട് നടക്കുന്ന ഇഷ്ടമില്ലാതെ വരുന്ന പലർക്കും ആ നെയിം റിലേറ്റ് ചെയ്ത ഒരു സ്ട്രെസ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം. ഞാൻ പ്രഫുൽ വിജയകർ സാറിന്റെ ക്ലാസ് അങ്ങനെ പോയിട്ടില്ല, പക്ഷെ സാറിന്റെ ഒരു ചെറിയൊരു 2 minutes ഇന്റർവ്യൂവിന്റെ അകത്ത് ഞാൻ അത് കേട്ടിട്ടുണ്ടായിരുന്നു. ഈ പേര് നേരെ വണ്ണം ആ ഒരു ഐഡന്റിറ്റി, നേരെ വെളിപ്പെടുത്താൻ പറ്റാത്ത, അതായത് നാണക്കേട് കൊണ്ടോ അല്ലെങ്കിൽ അതിലൊരു മാനക്കേട് എന്ന് അവർ വിചാരിക്കുന്ന എല്ലാവർക്കും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, എനിക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉണ്ടോ? ഉണ്ട്. എന്റെ കയ്യിൽ നല്ല ഒരു A ക്ലാസ് ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉണ്ട്. കുറെ വർഷങ്ങളായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഫണ്ടമെന്റൽ മെയിൻറ്റെയിനിങ് കാസ് അകത്തുള്ളത് കൊണ്ട് ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് മാറുന്നില്ല. അതിപ്പോ സെപ്യ ഒണ്ണം കഴിച്ചാലും ശരി, ഇനി വേറെ ഏത് കഴിച്ചാലും ശരി, അതിങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ മാഡം കാരണം ഒരു 2 പോയിന്റ് കൂടെ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് കയറിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. കയറും. ഇതെല്ലാം ജസ്റ്റ് തമാശക്ക് മാത്രമേ ഉള്ളൂ മാഡം, അതിലൊന്നുമില്ല. കുറെ കേട്ടതല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
അപ്പൊ ഈ ഒരു പോയിന്റ് മറക്കാതിരിക്കുക. എപ്പോഴെങ്കിലും നിങ്ങളുടെ ക്ലിനിക്കൽ സൈഡിൽ അത് ഒരുപാട് ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ഉള്ളവർക്ക് അവരുടെ പേരോ അവരുടെ ലോക്കൽ ഐഡന്റിറ്റി എപ്പോഴും അങ്ങനെ ഉണ്ട്. അതിലൊരു ചെറിയൊരു തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. ഇന്നത്തെ എന്റെ ടോപ്പിക്, കഴിഞ്ഞ തവണ ഞാൻ സെൻസേഷനസിവ് റെപ്പർട്ടറി എടുക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ആകെ എന്റെ കയ്യിലെ കേസ് റെക്കോർഡ്സ് തൽക്കാലം എനിക്ക് ഓർമ്മയുള്ളത് ഒരു 4 കേസ് റെക്കോർഡ്സ് മാത്രമേ ഉള്ളൂ. അത് പോരാ, എന്റെ കയ്യിൽ കുറെ ഉണ്ടായിരുന്നു. ഒരു 10-ന് മേളിലൊരു കേസ് റെക്കോർഡ്സ് ആകുമ്പോൾ ഞാൻ അത് എന്തായാലും വെളിപ്പെടുത്തും. എല്ലാവർക്കും അത് മുന്നേ കൊണ്ടുവരും. എവിഡൻസ് സഹിതം ഞാൻ കൊണ്ടുവന്നിരിക്കും. അതുകൊണ്ട് ഞാൻ ഇന്നൊരു ടോപ്പിക് എടുക്കാൻ നിൽക്കുമായിരുന്നു. ദൈനംദിന ശാരീരിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോ ഉള്ള ഈ കാലഘട്ടം എല്ലാരും ഏറെക്കുറെ കുറെ ആൾക്കാരും നമ്മൾ സെഡൻറ്ററി ലൈഫ് ഹാബിറ്റ് ആണ്. നമ്മളടക്കം സെഡൻറ്ററി ലൈഫ് ഹാബിറ്റ്സ് ആണ്. എന്റെ ഒരു പേഴ്സണൽ അഡ്വൈസ് ആണ്, ഏതൊരു വ്യക്തിയും 30 വയസ്സിന് മുകളിൽ, 30 തന്നെ വേണമെന്നില്ല, ഇപ്പൊ 25 വയസ്സിന് മുകളിലായിരുന്നാലും 20 മിനിറ്റിൽ കൂടുതൽ ഒരു സ്ഥലത്ത് അധികം നേരം ഇരിക്കാൻ നിൽക്കരുത്. ഈ 25 അല്ലെങ്കിൽ 30 വയസ്സിന് മുന്നേ തന്നെ പഠിത്തമൊക്കെ ഒതുക്കി തീർത്തോളാം. അതായത് കോളേജ് ലൈഫ് അതൊക്കെ ആ സമയം വരെ നിങ്ങൾക്ക് ഇരിക്കാം. അതിന്റെ മേളിൽ നിങ്ങൾ 20 മിനിറ്റ് നിൽക്കുകയാണെങ്കിൽ അവിടെ നിങ്ങളൊരു സെഡൻറ്ററി ലൈഫ് ഹാബിറ്റ്സിന് അത് നിങ്ങൾ പെട്ടുപോകുന്നതാണ്. ഈ സെഡൻറ്ററി ലൈഫ് ഹാബിറ്റ്സിലോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള അസുഖങ്ങൾ എവിടെ നിന്നില്ലാതെ വേണമെന്നുണ്ടെങ്കിൽ അത് വന്നു ചേരും. ഇന്ന സ്ഥലത്തിൽ നിന്ന് തന്നെ വരണം എന്ന് ഒരു നിർബന്ധവും ഒരു സ്ഥലത്തും കിട്ടാറ്. ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളോ അത് സംബന്ധിച്ച് വരുന്ന എന്തെങ്കിലും ഒരു അസുഖങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. മാഡം ഹോസ്റ്റ് മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഹോസ്റ്റ് ചെയ്യാൻ പറ്റാമോ? ആക്കിയാ മതി. കോഹോസ്റ്റ് ആക്കിയിട്ടില്ല, അതാ. കോഹോസ്റ്റ് ആക്കിയാ മതിയോ? കോഹോസ്റ്റ് ആക്കിയാ മതി. ഓക്കെ, ചെയ്യാം. ഓക്കെ ഡോക്ടറെ, ഇനി നോക്കിക്കേ, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. ഓക്കെ എത്തിയിട്ടുണ്ട് മാഡം. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. തുടങ്ങി. ദൈനംദിന ശാരീരിക പ്രവർത്തനങ്ങൾ വർദ്ധിക്കും. ഓക്കെ, ദാസമായ ജീവിതശൈലി, അതായത് സെഡൻറ്ററി ലൈഫ് ഹാബിറ്റ്, ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ നമുക്ക് ചെയ്യേണ്ട ഒരു സാധനമാണ് നിങ്ങളുടെ കൗണ്ട് യുവർ സ്റ്റെപ്സ്. ഇതിന്റെ ഏറ്റവും നല്ല ഒരു പാർട്ട് എന്ന് പറയുന്നത് ബേൺ ഔട്ട് എന്ന് പറയുന്നത് ഒറ്റ വാക്കാണ്, ബേൺ ഔട്ട്. അതിനെ ബേൺ ചെയ്ത് കളയുക എന്നുള്ളത് 2 ആയിട്ട് വരത്തേ ഉള്ളൂ. BURN സ്പേസ് വിട്ട് ഔട്ട് വിട്ടാൽ അത് നമ്മൾ ബേൺ ചെയ്ത് കളയണം എന്നത്. ബേൺ ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടലി അതൊരു എമോഷണലി, ഒരു മെന്റലി, ഒരു ഫിസിക്കൽ എക്സോഷൻ, മൊത്തത്തിൽ നമ്മൾ അതൊന്ന് അന്നത്തെ ദിവസം തന്നെ ക്ഷീണിച്ച് നമ്മൾ പോകും. എല്ലാ തരത്തിലും രാവിലെ 100% ചാർജ് കയറി പോകുന്ന ഒരു വ്യക്തി വൈകിട്ടാവുമ്പോൾ ടോട്ടലി നമ്മൾ എക്സോസ്റ്റ് ആയി നിൽക്കും. അത് എന്തായിരുന്നാലും ഒരു എക്സസീവ് അല്ലെങ്കിൽ ഒരു ലോങ് ടേം സ്ട്രെസ്സിൽ തന്നെ നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ്. നമ്മൾ ഒട്ടും വിചാരിക്കാൻ പറ്റാത്ത ലെവലിലുള്ള സ്ട്രെസ്സിൽ നമ്മൾ ചെന്നത്. ഇതിനെ അവോയ്ഡ് ചെയ്യാൻ നമുക്കൊരു 3-4 സ്റ്റെപ്സ് നമുക്ക് നമ്മുടെ കൈവശം ഉണ്ടാകും. ഒന്ന്, നമ്മൾ എപ്പോഴും നമ്മുടെ ഫിസിക്കലി ആസ് വെൽ ആസ് മെന്റലി നമ്മൾ ശ്രദ്ധിക്കുക. ഫിസിക്കലി എന്ന് പറയുന്നത് നമ്മുടെ ശരീരം വിട്ടുള്ള ഒരു കോംപ്രമൈസിനും ഒരു കളിക്കും നമ്മൾ നിൽക്കാൻ പാടില്ല. പണ്ട് 100 വയസ്സ് വരെ ആൾക്കാർക്ക് ജീവൻ ഉണ്ടായിരുന്നു. പിന്നെ അത് 90 80 70 60 ഇപ്പൊ 50 തന്നെ കഷ്ടമാണ്, വളരെ കഷ്ടമാണെന്ന് പറയാം. കാരണം ആക്സിഡൻസ് അല്ലാതെ, മനസ്സിലായ, ആക്സിഡൻസ് അല്ലാതെ തന്നെ നമുക്ക് നേരത്തെ ഉള്ളത്. സോ എപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുമോ അതെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക, വളരെ നല്ല ഉറക്കം, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആക്ടിവിറ്റീസ്. അതിപ്പോ ഇത് കൊച്ചുകുട്ടിയുടെ കളിയാണ്, എങ്ങനെയൊന്നും നോക്കുന്നത്. ഞാൻ ഒരു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. എന്റെ മേശപ്പുറത്ത് ഒരു ബോറിക് ഉണ്ടാകും, സ്റ്റുഡൻസിന്റെ രജിസ്റ്റേഴ്സ് ഉണ്ടാകും. അതിന്റെ കൂടെ നല്ല ഒരു പുസ്തകം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, ബാലരം.
എനിക്കതിൽ യാതൊരു നാണക്കേടും മാനക്കേടും ഇല്ല. ഞാൻ ആ ബാലരമ അവിടെ വെച്ചേക്കും. ഇപ്പോഴും ഞാൻ കുട്ടൂസും മായാവി ഞാൻ വായിക്കും. കാരണം അതിൽ കിട്ടുന്ന ഒരു സന്തോഷം എനിക്കതൊരു വലിയ ആക്ടിവിറ്റീസ് ആണ്. അയ്യോ ഇത്രയും വലിയ സാറാണ് ബാലരമ. ഞാൻ ബാലരമ വായിക്കും, കഴിഞ്ഞ ബാലഭൂമിയും വായിക്കും, വേണമെങ്കിൽ മാജിക് പോർട്ടിൽ ഞാൻ പടം വരയ്ക്കുകയും ചെയ്യും. അപ്പൊ ഇത് നമുക്ക് എന്ത് സന്തോഷം തരുന്നോ ആ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ നോക്കുക. ഒന്ന്, ഒരു ജോലി ചെയ്യുന്നതിന് ഒരു ടൈം ബൗണ്ടറി വെക്കണം. എക്സ്ക്യൂസ് എന്നുള്ള സാധനം ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റുക. ഇല്ല ഇന്ന് തന്നെ, കുറച്ചു നേരം കഴിഞ്ഞ് കഴിയട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ പിന്നെ നാളെ ചെയ്യും, നാളെ അങ്ങനെ നാളെ നീളെ എന്നുള്ള പരിപാടി നിൽക്കരുത്. അത് കുറച്ചുകൂടി സ്ട്രെസ് നിങ്ങൾക്ക് കൂട്ടത്തേ ഉള്ളൂ. നമ്മൾ അറിയാതെ സ്ട്രെസ് വില കൊടുത്ത് മേടിക്കരുത്. താനേ വരുന്ന സ്ട്രെസ് വേറെ. ഇപ്പൊ പണ്ട് എന്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത്, ഞാൻ ഈ ടോപ്പിക് ഇന്ന് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരി എന്നോട് പറഞ്ഞായിരുന്നു, എടാ ഞാനൊരു പോയിന്റ് പറഞ്ഞുതരാം, നീ ഇതൊന്ന് അവിടെ ഒന്ന് അവതരിപ്പിക്കണം. എന്നെ കൊണ്ട് പറയാൻ പറ്റാത്തതാണ്. പുള്ളി ഒരു നല്ലൊരു ഒരു കൗൺസിലിംഗ്. അതായത് പണ്ടത്തെ കാലഘട്ടങ്ങൾ, പഴയ കാലഘട്ടങ്ങളിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഹണ്ടിങ് വളരെ ഒരു പ്രധാന ഒരു ജോലിയായിരുന്നു. അതിപ്പോ 1980 രാജാവിന്റെ കാലത്തിലായിരുന്നാലും എന്റെയൊക്കെ അപ്പൂപ്പൻ കാട്ടിൽ ചെന്ന് മുയലും ഇതൊക്കെ വെടിവെച്ച് കൊണ്ട് കാരണം ആ ഹണ്ടിങ് അവർക്കൊരു ജോബ് തന്നെയായിരുന്നു. അപ്പൊ അന്ന് നല്ല കൊമ്പുള്ള പന്നികളും വല്ല വന്യമൃഗങ്ങളൊക്കെ വരുമ്പം അപ്പൂപ്പന് പേടിയുണ്ടാവും. അപ്പൊ ആ സമയത്ത് ഒരു അഡ്രിനാലിൻ സെക്രീറ്റ് ചെയ്യും. മനസ്സിലായോ? ആ സമയത്ത് ഒരു അഡ്രിനാലിൻ സെക്രീറ്റ് ആവും. അപ്പൊ ആ അഡ്രിനാലിൻ സെക്രീറ്റ് ചെയ്യുന്നതിൽ ഒന്നെങ്കിൽ ഓടണം അല്ലെങ്കിൽ എതിർക്കണം. അപ്പൊ ഒന്നെങ്കിൽ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഫ്രൈറ്റ്, പേടിക്കുക അല്ലെങ്കിൽ ഓടുക. സോറി, ഒന്നി നിൽക്കുക അല്ലെന്നുണ്ടെങ്കിൽ പറക്കുക. അതാണ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഫ്രൈറ്റ്. അപ്പൊ പേടിക്കുന്നില്ല, തോക്കെടുത്ത് ചൂണ്ടുന്നു, പടക്കം പൊട്ടിക്കുന്നു, കൊണ്ടുവരുന്നു, നമുക്ക് ആവശ്യത്തിന് നമ്മൾ കഴിക്കും. അപ്പൊ ഇവിടെ സ്ട്രെസ് എന്ന് പറയുന്നത് ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ബാക്കി ഫുൾ ടൈം അന്നത്തെ കാലഘട്ടം എലിവേറ്റർ ഇല്ല, ലിഫ്റ്റ് ഇല്ല. അപ്പൊ പടി കയറി ഇറങ്ങുകയാണ്, ആവശ്യത്തിനധികം ബേൺ ഔട്ട് ആവുകയാണ്. വീട്ടിൽ വന്ന് കാലിന്റെ പുറത്ത് കാലിട്ട് നോക്കാൻ അതിന് മാത്രം ഒരു TV പ്രോഗ്രാം ഇവിടെ ഇല്ല. ആകെ ഞായറാഴ്ച മാത്രമേ ഒരു സിനിമ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും പരിപാടി, ദൂരദർശൻ ചാനൽ, ഇതെല്ലാം പഴയ ആൾക്കാരെ അവിടെ നിൽക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. ഇന്ന് അങ്ങനെയല്ല, നമ്മുടെ കയ്യിൽ തന്നെ ഞൊണ്ടി 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 ഇതിങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഇന്നൊരു ദിവസം നമുക്കൊരു ദേഹം സുഖമില്ലേ, അത് കിടന്ന് ഉറങ്ങി തീർക്കാൻ പാടില്ല. പകരം ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്ത് കിടങ്ങാൻ പറയുന്നില്ല. ഒരു ലൂക്ക് വാം വാട്ടറിൽ, ഒരു ഇളം ചൂടിൽ, ഒരു ചൂടുവെള്ളത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മേലെ ഇഴുകയോ ഒന്ന് കുളിക്കുകയോ ചെയ്താൽ തന്നെ പകുതി ഫ്രഷ് ആയി. എന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകം അതെടുത്ത് കുറച്ചു നേരം വായിക്കും. ഇല്ലേ ഫ്രണ്ട്സിനോടോ ഫാമിലീസിനോടോ ഒന്ന് സ്പെൻഡ് ചെയ്യും. തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഫോൺ എടുത്ത് എന്തെങ്കിലും ഒരു 4 കുറ്റം പറച്ചിലോ പരദൂഷണോ അത് എന്ത് വേണേ, നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വായിക്കാവുന്നേ ഉള്ളൂ. സോറി, നമുക്ക് പറയാവുന്നേ ഉള്ളൂ. ഓക്കെ. വർക്കിനും ലൈഫിനും എപ്പോഴും ഒരു ബാലൻസ് നമ്മൾ വെച്ചു. അതിലൊരു അതിലൊരു ചാഞ്ചാട്ടം നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. ഇതൊക്കെയാണ് നമുക്ക് ബേൺ ഔട്ട് ചെയ്യാൻ ഏറ്റവും നന്നായിട്ട് പറ്റും. ഇനിയിപ്പോ ഇതില് ഈ ക്ലാസ്സിൽ തന്നെ ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നീ കൊച്ചു പയ്യൻ നിനക്കത് പറയാം, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് 1008 അസുഖമുണ്ട്, അതാണ് ഇതാണ്, അതുകൊണ്ട് എനിക്കിപ്പോ വെളിയിൽ ഒരു യാത്ര ചെയ്യാൻ പോലും നടക്കത്തില്ല. ഞാൻ ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഡയബറ്റിസ് പേഷ്യന്റ് ഹോളിഡേയ്സിന് പോകുമ്പം എന്തൊക്കെ മാനേജ്മെന്റ് ചെയ്യാം. അപ്പൊ ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ എന്റെ അച്ഛനും ഉണ്ട്, എന്റെ അമ്മയും ഉണ്ട്, എന്റെ ഇപ്പൊ അമ്മായിച്ചനും ഉണ്ട്. ഇവരെല്ലാം ഡയബറ്റിക് ആണ്. ഞാനിവിടെ പുറത്ത് പോവാന്ന് പറഞ്ഞ് വിളിക്കും, നീ എവിടെ പോകുന്നു? ഞാൻ ഇന്ന് ഗവി പോവാന്ന് ഉദ്ദേശിച്ചു. ഗവി 7 മണിക്ക് പോകണം, ടിക്കറ്റ് എടുക്കണം, 8 മണിക്ക്, പിന്നെ അപ്പുറത്ത് കോന്നി ഇറങ്ങുമ്പോൾ 3-4 മണിയാവും. വേണ്ട, ഷുഗർ പേഷ്യന്റ്, നമ്മൾ അത് കൊലാപ്സ് ആയി പോകും, നിങ്ങൾ ഫുഡ് കറക്റ്റ് സമയത്തിന് കഴിക്കണം. അല്ലേ? ആദ്യം ഒരു ഡയബറ്റീസ് പേഷ്യന്റ് തീരുമാനിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ആക്കും. ബ്ലഡ് ഷുഗർ കൺട്രോൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് നടക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. ആദ്യം ഇത് നമുക്ക് നടത്തിക്കാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അതല്ലാതെ അയ്യോ ഫുഡ് ഫ്ലക്ച്വേഷൻസ് വരും, എന്നും വരുന്നില്ലല്ലോ, എപ്പോഴെങ്കിലും ഒരു ദിവസമല്ലേ ഉള്ളൂ. അതിന് നമുക്ക് പ്ലാൻ ചെയ്താൽ പോകും. ഇപ്പൊ ഹോളിഡേ ഹോസ്റ്റ് ചെയ്യുന്ന ആരാണ്? അത് മരുമോനാണ് അല്ലെങ്കിൽ മോനാണ്. അവനോട് പറയാം, ഇങ്ങനെയാണ് സംഭവം, എന്നതാണ് മെഡിക്കേഷൻസ്, നമുക്ക് അപ്പോ അതനുസരിച്ച് പ്ലാൻ നമ്മൾ നോക്കിപ്പോയെ, ഇത് ചെയ്യാം. ഒരു റൊട്ടീൻ പാനലിൽ നിന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ ചെറിയ ഒരു വേരിയേഷൻസ് വരുന്ന മാത്രമേ ഉള്ളൂ. അതിന് കാരണം നമ്മുടെ സന്തോഷം നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കാട്ടിനകത്ത് യാത്ര ചെയ്ത് പോവാൻ. അത് വണ്ടിയിൽ നല്ല രസമുള്ള ഭയങ്കര കാമാനായിട്ട് അന്തരീക്ഷമാണ്. ഇനി അവിടെ പോയിട്ട് വെള്ളം അടിക്കണം അങ്ങനത്തെ പരിപാടി ഒന്നും ആലോചിക്കില്ല. അപ്പൊ ടൈമിന് അതനുസരിച്ച് നമുക്ക് ഭക്ഷണം കിട്ടുമോ കിട്ടത്തില്ലേ? അപ്പൊ ഇതിനെയാണ് താങ്ക്സ് ഗിവിങ് ഫുഡ് എന്ന് പറയും.
പിന്നെ അമേരിക്കൻ താങ്ക്സ് ഗിവിംഗ് ഫുഡ്, അതായത് പുറത്ത് കൊണ്ടുപോയി അവർക്ക് മനസ്സിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ, എന്നാൽ മധുരവും ഇല്ലാതെ അധികം ഒരുപാട് ബുദ്ധിമുട്ടില്ലാത്ത കുറെ ഭക്ഷണങ്ങൾ നമുക്ക് മേടിച്ച് കഴിച്ച് അന്നത്തെ ദിവസം നമ്മൾ ഫേവറേറ്റ് ആയിട്ട് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു. സോ അത് ഈ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും ഇത് കൊള്ളാം, ഇപ്പൊ ഈ ട്രിപ്പ് കൊള്ളാന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ ട്രിപ്പ് പോകാൻ ആലോചിക്കുക. മാസത്തിലൊന്ന് അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒന്ന് ആ ഒരു ട്രിപ്പ് പോയി നമ്മളൊന്ന് സ്ട്രെസ് ഔട്ട് ആകുകയാണ്. ഓൾറെഡി നമ്മൾ ഷുഗർ പേഷ്യന്റ് ആണ്, നമ്മളെ തന്നെ ചങ്ങലക്കിട്ട് നിൽക്കാൻ പാടില്ല. അതിന്റെ എക്സസൈസിനെ നമ്മൾ തീരെ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതിന്റെ ആവശ്യത്തിന് അധികം ഉറങ്ങുക, നല്ലോണം ബ്ലഡ് ഷുഗേഴ്സ് നമ്മൾ എലിസിറ്റ് ചെയ്യുക, എല്ലാം ചെയ്യും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ കാലത്ത് ഹണ്ടിങ് അതാണ് അവരുടെ ഒരു ഏറ്റവും ഒരു സ്ട്രെസ്, പിന്നെയും ഒരു സ്ട്രെസ് ഉള്ള ഒരു സാധനമായിരിക്കും സ്ട്രെസ്. അല്ലെങ്കിൽ സമയത്തിന് ബസ് കിട്ടിയില്ല, ഇനി അടുത്ത ബസ് വരത്തില്ല, കാരണം ഓട്ടോ ഇല്ല, സ്വിഗ്ഗി ഇല്ല, OLA ഇല്ല, ഒന്നുമില്ല ഇവിടെ. ഇപ്പൊ കാലഘട്ടങ്ങളില് ഉള്ള സൗകര്യങ്ങളാണ് ഇവർക്ക് ടെൻഷൻ ആയിട്ട്. മൊബൈൽ റേഞ്ച് ഇല്ലെങ്കിൽ ടെൻഷൻ, മൊബൈൽ റീചാർജ് ആവാൻ ടെൻഷൻ, അടുത്തത് ടൈമിന് വണ്ടി വന്നില്ല എന്ന് ടെൻഷൻ, ടൈമിന് ഫുഡ് പോകുന്നില്ല എന്ന് ടെൻഷൻ, അത് ടെൻഷൻ, ഗൂഗിൾ പേ ആക്ടിവേറ്റ് ആവുന്നില്ല ടെൻഷൻ, കാശൊന്നും എടുത്തില്ല, ഇത് എല്ലാത്തിനും ടെൻഷൻ 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 കേട്ട് 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 നമ്മളത് തീർത്തും നമ്മളൊരു സ്ട്രെസ് ലൈഫായിട്ട് നിൽക്കും. ഇപ്പൊ എന്റെ ക്ലിനിക്കിലൊക്കെ ചില പേഷ്യൻസ് ഒക്കെ ഒരു 90% ആൾക്കാർ ഇപ്പൊ ഗൂഗിൾ പേ ആണ്. സാറേ ഗൂഗിൾ പേ ഇല്ല, സാറേ ഗൂഗിൾ പേ ഇല്ലേ. കൈനീട്ടി ഒരു പേഷ്യന്റെങ്കിലും കൊണ്ടുവന്ന് അതൊന്ന് ദൈവമേ കണ്ണി വെക്കാൻ പോലും ഇവിടെ ആരെയും കിട്ടാറില്ല, എല്ലാം ഗൂഗിൾ പേ. ഗൂഗിൾ പേ തന്നെ ഇപ്പൊ കണ്ണി വെക്കേണ്ട അവസ്ഥ. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ സാർ ഇത് ബാങ്ക് എന്തോ പ്രശ്നമുണ്ട്, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ എന്തോ പിടിച്ച് വിഴുങ്ങി തിന്നുന്ന പോലെന്നാണ് ഇവരുടെയൊക്കെ ഓരോ വിചാരം. ഞാൻ പറഞ്ഞു നിങ്ങൾ പാനിക് ആവണ്ട, നിങ്ങൾ പാനിക് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഷുഗറിന്റെ മെഡിസിൻ തന്നത്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പാനിക് ആയാലോ, നിങ്ങൾ പൊക്കോളൂ, അടുത്തവണ വന്നാൽ തരുന്നാൽ മതി, ഇല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് അയച്ചാൽ മതി. നമ്മളും ഒരു വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾക്കൊരു ബുദ്ധിമുട്ട്, അവൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് അങ്ങ് കുറഞ്ഞു. അതുപോലെ ഈ ഒരു ചെറിയ ചെറിയ വഴികളിൽ നമുക്ക് കൂടെയുള്ളവരോട്, പേഷ്യൻസിനോടും നമ്മൾ അത് പറയണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, വെറും ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ഹോമിയോപ്പതിക് ഡോക്ടറോ അല്ല. അതിന് മുകളിൽ നമുക്കൊരു ജോലിയുണ്ട്. വി ആർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അപ്പൊ ഇവിടെ അവർക്ക് ആവശ്യത്തിന് അധികമുള്ള നോളേജ്, ആവശ്യത്തിന് അധികം എപ്പോഴൊക്കെയാണ് നിങ്ങളുടെ സ്ട്രെസ്ഫുൾ ലൈഫ് സിറ്റുവേഷൻസ് മാറണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാം പറഞ്ഞു. നമ്മളിൽ എത്ര പേരാണ് ശാരീരികമായി മാനസികമായിട്ട് സ്വയം പരിപാലിക്കുക? നിങ്ങൾക്ക് കഴിയുമ്പോഴെല്ലാം, കിട്ടുന്ന സമയങ്ങളെല്ലാം ലാഭിക്കാൻ വളരെ ശ്രമിക്കണം. അതിൽ ചെറിയ ചെറിയ എക്സസൈസ്, നിങ്ങളുടെ സമയം നിങ്ങൾ വളരെ ലാഭപ്പെടുത്തി അതിനനുസരിച്ച് നോക്കുക. ഇപ്പോ ഈ എക്സസൈസ് എന്ന് പറയുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ഡോക്ടേഴ്സിന്റെ ഇടയിൽ തന്നെ എത്ര പേര് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാറുണ്ട്, എത്ര പേര് സ്ട്രെച്ചിങ് എക്സസൈസ് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാറുണ്ടെന്നുള്ളത് കൂടെ ഒരു ചെറിയൊരു അസസ്മെന്റ് നമുക്ക് നോക്കിയേ പറ്റൂ. രാവിലെ ഉറക്കം എണീറ്റതും ആദ്യം കാണുന്ന ഒരു സ്ട്രെച്ച് എക്സസൈസ്, നമ്മളിത് രണ്ടും നമ്മുടെ കയ്യിൽ രണ്ടും, ഇത് യോഗ അങ്ങനെ ഒന്നും, ഇത് സ്ട്രെച്ചിങ് ആണ്. കാരണം ഇവിടെ ഒരു സ്ട്രെസ്ഫുൾ ലൈഫ് കണ്ടീഷൻ, ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ കണ്ടീഷൻ വരുമ്പോൾ തലേന്ന് രാത്രി, അപ്പൊ ഇപ്പൊ തന്നെ വീട്ടിൽ താഴെ ചെറിയ അപ്പുറത്ത് നെയ്ബർഹുഡായിട്ട് ചെറിയൊരു സൗന്ദര്യപ്പെടാം, അത്രേ ഉള്ളൂ, ഒരു കാർ ഇട്ടതിന്റെ ചെറിയൊരു സൗന്ദര്യം. അപ്പൊ വൈഫിനോട് എന്തോ പറഞ്ഞു, വൈഫ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് സാരമില്ല വിട്ടേക്കാം, പാവമല്ലേ ഫോട്ടോ വിട്ടേക്കാം. ഇല്ലില്ല, അതെന്ന് അവരങ്ങനെ പറയാം, എനിക്കതങ്ങ് ജീരണിക്കുന്നില്ല, എനിക്ക് അങ്ങ് ദേഷ്യം വരുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ സപ്രസ് ചെയ്യാതെ നീ അതങ്ങ് വിട്ടേക്കാം, സാരമില്ല അത് പോട്ടെന്ന്. അപ്പൊ എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ACTH ഹെവി ആയിരുന്നു, അഡ്രിനോകോർട്ടിക്കോൺ. കുറച്ചു നേരം കഴിഞ്ഞ് അത് കോർട്ടിസോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ഇത് നൈറ്റ് ആണ്, ലിവറിന് ഇനി ജോലി കാണത്തില്ല. നമ്മുടെ രാത്രി 9 മണിക്ക് ശേഷം പോത്തീസും ജയലക്ഷ്മിയും ഇതുപോലത്തെ ഷോപ്സ് ഒക്കെ അടയ്ക്കുന്ന പോലെ തന്നെ നമ്മുടെ ബോഡിക്കകത്തും ലിവറും കിഡ്നിയും ഇതിന്റെയൊക്കെ ഫംഗ്ഷൻസ് ഒക്കെ കുറയുന്ന ഒരു സമയമുണ്ട് 9-10 മണിക്കൊക്കെ. ഇതുകൊണ്ടാണ് ജങ്ക് ഫുഡ്സ് നമ്മൾ ആ ടൈമിൽ അധികം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ ലിവറിനകത്ത് ഈ കോർട്ടിസോൾ ചെന്ന് സെറ്റിലായി, അവിടെ നിന്ന് ഗ്ലൂക്കോകോർട്ടിക്കോഡ്സ് റിലീസായി, അത് കഴിഞ്ഞ് ഗ്ലൂക്കോ നിയോജനിസിസ് റിലീസായത്, ഇത് തന്നെ ഇൻക്രീസ് ഇൻ ബ്ലഡ് ഷുഗർ പൊട്ടൻസിക്ക് നാളെ രാവിലെ റെഡിയാണ്. അതിന് മുന്നേ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നില്ല. ഇതെല്ലാം റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് സ്ട്രെച്ചിങ് എക്സസൈസ്. കാണുന്ന എല്ലാ മസിൽസിനും നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ നമ്മൾ വളരെ അധികം നമ്മൾ ശ്രദ്ധ കൊടുക്കും. ഇപ്പൊ രാവിലെ ഉറക്കം എണീറ്റ്, ബെഡിൽ നിന്ന് ഉറക്കം എണീറ്റ് ഉടനെ തന്നെ ചാടി എണീക്കാൻ പാടില്ല. കാരണം അത് ട്രപ്പിസൈറ്റിസ് ഉണ്ടാക്കാൻ വളരെ ഒരു പോസിബിൾ ആണ്.
നമ്മൾ ഉറക്കം എണീക്കുമ്പോൾ നമ്മൾ ഉണരുന്ന ആദ്യത്തെ മസിലാണ് ട്രപ്പീസസ്. നമ്മൾ എല്ലാവരും വിചാരിക്കും കൺ ഐലിഡ് ആണെന്ന് വിചാരിക്കും. ഐലിഡ് അല്ല, ട്രപ്പീസിയസ് മസിലാണ് നമ്മൾ ഉറക്കം എണീക്കുമ്പം ഉണരുന്ന ആദ്യത്തെ മസിൽ. അപ്പൊ എവിടെയാണ് അലാറം, നമ്മൾ സ്ഥലബോധം ഇല്ല. ഇപ്പൊ ഓവർ എക്സൈറ്റ്മെന്റ് കാരണം പെട്ടെന്ന് അങ്ങ് ചാടി എണീക്കുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഒരു 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 ട്രപ്പീസൈറ്റീസ്, ഒരു ഇൻഫ്ലമേഷൻ, ഒരു ഉളുക്ക്, അതെല്ലാം ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പൊ നമുക്ക് ഇന്നലെ രാത്രി എ സിയും ഫാനും കൂടെ മിക്സ് ചെയ്തിട്ടു, അല്ലെങ്കിൽ തണുപ്പ് കൊണ്ടാണ് ഇട്ടു, അതുകൊണ്ട് നമുക്ക് റെസ്റ്റോക്സ് കഴിക്കാം, അല്ലെങ്കിൽ റാൻകുലസ് ബൾബോസസ് കഴിക്കാം, അല്ലെങ്കിൽ ആക്ടിയ റെസിമോസ കഴിക്കാം. കഴിക്കുമ്പോൾ റിപ്പീറ്റഡ് പൊട്ടൻസിയിൽ കഴിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ പല മെഡിക്കേഷൻസും നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ആ സ്ട്രക്ചബിലിറ്റി, ഇവിടെ ചാടി എണീറ്റ് കഴിഞ്ഞാൽ ചെയ്യാൻ 1008 ജോലിയുണ്ട്. പക്ഷെ നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഫുൾ ബോഡി സ്ട്രെച്ച് ചെയ്യാൻ 8 മിനിറ്റ്, പക്ഷെ ബെഡിൽ കിടന്ന് സ്ട്രെച്ച് ചെയ്യാൻ 1 മിനിറ്റ് മതി. 1 മിനിറ്റ് നമുക്ക് പറ്റില്ല. 1 മിനിറ്റ് പറ്റും. ആ 2 കൈ നെഞ്ഞത്ത് വെച്ച് ആ 2 പെൽവിസിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക, കാല് റിലാക്സ് ചെയ്യുക. മറ്റേ മൂന്നാമത്തെ എക്സസൈസ് കുറച്ച് പാടാണ്, എന്നാലും ചെയ്യാൻ പറ്റുന്നവർക്കൊന്ന് ചെയ്യാം. ഇതിന് നേരെ ഡംബൽസ് ഇതൊന്നും വേണമെന്ന് നിർബന്ധമില്ല. ആ കട്ടില് നിമിർന്ന് കിടന്ന് കൈ 2 ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യിക്കുക, കാല് ഫ്രണ്ടിൽ നല്ല ഹൈപ്പർ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുക. അപ്പൊ ആ സൂപ്പർഫിഷ്യൽ, ആ ബ്ലാക്ക് കളർ കാണുന്ന ആ ഭാഗങ്ങളെല്ലാം നല്ലോണം സ്ട്രെച്ച് ആയി. അതേപോലെ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ലെഗ്, ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹെഡ് മാത്രം ഹൈപ്പർ എക്സ്റ്റെൻഡ് ചെയ്ത് ഒന്ന് സ്ട്രെച്ച് ചെയ്യിപ്പിക്കും. വീണ്ടും ബോഡി റിലാക്സ് ചെയ്യുക, ഒന്നുകൂടി സ്ട്രെച്ച് ചെയ്യുക. ഇത് മതി. അത് കഴിഞ്ഞ് പിന്നെ ചെറിയൊരു നടത്തം, യൂറിൻ പാസ് ചെയ്യണം, പിന്നെ വെള്ളം കുടിക്കേണ്ടത് കുടിക്കണം. ഇന്നത്തെ ദിവസം നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങണം. എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ഫുൾ പ്ലസന്റ് ആകത്തൊന്നുമില്ല. ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാകാം, അതിക്രമിച്ച് വരണം. കാരണം ആ സ്ട്രെസ് ഉണ്ടാകുന്ന ടൈം അതങ്ങനെ പെർസിസ്റ്റ് ചെയ്ത് നിൽക്കത്തില്ല. അത് കുറേ സമയം കഴിഞ്ഞ് അത് മാറും, അതിന്റെ ടൈം മാറും. പക്ഷെ നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്ട്രെസ്സിന് മാറ്റം വരും. ഇന്നായിരുന്നാലും നാളായിരുന്നാലും ആ ഒരു ഹെവി സ്ട്രെസ് എപ്പോഴും നമ്മുടെ ഒരു ബോഡി, നമുക്കെന്ന് പറഞ്ഞൊരു ബോഡി, നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ ബോഡി ഉണ്ട്, അതിനെ ഇല്ലാതാക്കി നശിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഇതിലെ ഒരു ഷോർട്ട് ബസ്റ്റ്, ഇപ്പോ പെട്ടെന്ന് തന്നെ ഒരു ഷോർട്ട് ബസ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു സ്ട്രെസ് ഔട്ട്കം ആയിട്ട് വരാൻ വളരെ ഹെൽപ്ഫുൾ ആയി. അതൊരു നല്ല ഒരു പോസിറ്റീവ് വേവിൽ എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നമ്മുടെ ഒരു ടീച്ചർ വന്നിട്ട്, കൊള്ളാമല്ലോ അരവിന്ദേഷ, ഗുഡ് വർക്ക് കേട്ടോ, ഇത് നമ്മൾ ഗെയിൻ ചെയ്തെടുക്കുക. അതല്ലാതെ പുള്ളി പോയതിനു ശേഷം നീ പോടാ, നീ പലതും പറയും, അയാൾ ഇങ്ങനെയൊക്കെ തന്നെ, അയാൾ ചുമ്മാ അയാളുടെ മുഖവും അയാളുടെ പെരുമാറ്റം ശരിയില്ല, അയാൾ മോശക്കാരൻ, അങ്ങനെ പറയാൻ നിൽക്കരുത്. കിട്ടിയത് കിട്ടി, ഓണം പോലെ കിട്ടി, കൊള്ളാം, അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ട് കൊള്ളാമല്ല, ഡ്രസ്സ് കൊള്ളാം, നല്ലതാ. അവർ നമ്മളെ പ്ലേസ് ചെയ്താലും നമ്മൾ അങ്ങോട്ട് പ്ലേസ് ചെയ്താലും നന്നായിരിക്കും. ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് വേണ്ടപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. ഇനി വേണ്ടാത്തവരെ വേണം നിർബന്ധമില്ല. വേണ്ടപ്പെട്ടവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ ഹഗ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സ്ട്രെസ് ഒന്ന് റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്യുന്നതിന്റെ പേരാണ്, അപ്പോ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ടോളറബിൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടോളറബിൾ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിനെല്ലാം നമുക്ക് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ പറ്റും. രണ്ടാമത്, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഒരു ദിവസം അത് റെഡി ആകും, നിങ്ങൾ സമാധാനപ്പെട്ടുള്ളൂ, എല്ലാം ശരിയായിക്കോളൂ, നിങ്ങൾ റിലാക്സ് ആയിക്കോളൂ എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഫ്രീനെസ് ഉണ്ടല്ലോ, അതാണ് ടോളറബിൾ സ്ട്രെസ്. നേരെ തിരിച്ച് ഇവരുടെ ഒരു പാരന്റ് ലോസ് ആയിപ്പോയി, അല്ലെങ്കിൽ ഇവർക്ക് കിട്ടാനിരുന്ന കുറച്ച് എന്തോ കാശ് കയ്യിൽ നിന്ന് പോയി, ആ സമയത്ത് നമ്മൾ അവരെ ഒന്ന് ആശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ ഫുള്ള് റിക്കവറായി വരണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അത് റെഡിയായി വരും. പക്ഷെ ആ പേഷ്യന്റ് പോകാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ഒരു നെഗറ്റീവ് എഫക്റ്റിൽ, ഇൻസെക്യൂരിറ്റി, ആങ്കർ, ഫെറ്റീഗ്, ഈ ഒരു ക്രൈറ്റീരിയയിൽ. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു പേഷ്യൻസിന് ഇപ്പോ ഒരു ലോസ് ഓഫ് പാരന്റ്, നമ്മൾ പൊതുവെ ലോസ് ഓഫ് പാരന്റ് എന്ന് പറയുമ്പോൾ പണ്ട് മുതലേ കേട്ട് നമ്മൾ ഗ്രീഫിൽ ചെന്ന് നിൽക്കത്തുള്ളൂ. ഗ്രീഫ് ശരിയാണ്, ലോസ് ഓഫ് പാരന്റ് ഗ്രീഫ് ശരിയാണ്. പക്ഷെ ഇവിടെ തോട്ട് എന്ന് പറഞ്ഞ ഒരു വിഷയമുണ്ട്. തോട്ട്, ചിന്ത 3 തരത്തിൽ നമുക്ക് എടുക്കാം: പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ, പ്രസന്റ്. അമ്മ നഷ്ടപ്പെട്ടു പോയി, ഓക്കെ, ന്യായം. അമ്മ നഷ്ടപ്പെട്ടു പോയത് അവരെ ഉപദ്രവിക്കുന്നത് പഴയ ചിന്തകളാണോ, ഇനി ഭാവിയെ കുറിച്ചുള്ള അമ്മ കാരണം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചിന്തയാണോ, അതോ ഇപ്പോ ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പോകുന്നുള്ള ചിന്തയാണോ? ഞാൻ ഇങ്ങനെ ഒരു ചിന്ത, ഞാൻ ഒരു തവണ ഗ്രീഫ് എടുത്ത് മെഡിസിൻ എടുക്കാൻ നിന്നപ്പോൾ ഞാനൊന്ന് മാറ്റി ചിന്തിച്ചതാണ് ഇങ്ങനെ ഒരു കേസ്.
ഒരു ആഫ്റ്റർ സൾസറിന് ഞാൻ കൊടുത്ത മെഡിസിൻ ഡിജിറ്റാലിസ് 30 ആയിരുന്നു. ഡിജിറ്റാലിസ് 30, അതായത് അമ്മയെ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന ആ സ്ത്രീയാണ്. കല്യാണം കഴിഞ്ഞിട്ടും അമ്മയെ ഡിപ്പെൻഡ് ചെയ്ത് സ്ത്രീ നിന്നു. പ്രഗ്നന്റ് ആയ 4ാമത്തെ മാസം അവർ വളരെ സന്തോഷിച്ചിരുന്നു, കാരണം അമ്മ ഉണ്ടാവുന്നു. പക്ഷെ നിന്ന നിപ്പിൽ അമ്മയ്ക്ക് ഒരു കാർഡിയക് അറസ്റ്റ് വന്ന് ആ പേഷ്യന്റ് അമ്മ മരിച്ചുപോയത് കാരണം ഇവർ എട്ടും ദിക്കുന്നില്ലാതെ ഒരു ലെവലിൽ നിന്ന് ഒരുപാട് സങ്കടപ്പെട്ടു. പക്ഷെ ആ കുട്ടീനെ അഫക്ട് ചെയ്തിട്ടൊന്നുമില്ല ആ ഒരു വറീസ് കാരണം. അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെയാണ് പറഞ്ഞത്, വിഷമം ഉണ്ടായിരുന്നു സാർ. പക്ഷെ എന്റെ ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറഞ്ഞത്, ഞാൻ ഇനി അമ്മ ഇല്ലാതെ, കാരണം അമ്മയുടെ കൂടെ ജീവിച്ച് എല്ലാ സാധനങ്ങളും അമ്മയാണ് ചെയ്തു തന്നുകൊണ്ടിരുന്നത്. എന്റെ തുണി അലക്കുക, എനിക്ക് സാധനം എടുക്കുക, എനിക്ക് എന്തെങ്കിലും ആവശ്യമൊന്നും ഇല്ല. അപ്പൊ ഷീ വാസ് ഡിപ്പെൻഡബിൾ മദർ. അപ്പൊ ഇനി ഫ്യൂച്ചർ എന്താകും അമ്മ ഇല്ലാതെ, ഞാൻ ഇനി എങ്ങനെ ഇതൊക്കെ ചെയ്യും, എങ്ങനെ ഞാൻ സാമ്പാർ വെക്കും, എങ്ങനെ ഞാൻ കടുവറുക്കും, ഇതൊക്കെയായിരുന്നു അവരുടെ ചിന്ത. അല്ലാതെ അമ്മ മരിച്ചുപോയി എന്നുള്ളൊരു ഭയങ്കര വിഷമമായിട്ടൊന്നുമില്ല. ഞാൻ അതിനെ ബേസ് ചെയ്ത് ഡിജിറ്റാലിസ്റ്റ് ഡിജിറ്റാലിസ്റ്റിന് അങ്ങനെ ഒരു സിംറ്റം ഉണ്ട്. നമ്മൾ വായിക്കുന്ന മെറ്റീരിയൽ മേടിക്കുക, നമ്മൾ കാണുന്ന മെറ്റീരിയൽ മേടിക്കുക, നമ്മൾ കാണുന്ന ഹോമിയോപ്പതി അല്ല, അതിനപ്പുറം ഒരു വലിയൊരു സാധനമുണ്ട്. ഞാനിത് ഈ പുസ്തകങ്ങളൊക്കെ ലിസ് ലോയർ എന്ന് പറഞ്ഞ ഒരു ഓതറിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ആ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത ഒരു വണ്ടർഫുൾ ചേഞ്ച് ആ ആഫ്റ്റർ സൾസർ ഉണ്ടായിരുന്നു. അതും റെക്കറന്റ് മേജർ ആഫ്റ്റർ സൾസർ, ഓരോന്നിനും സൈസും മിനിമം 0.6 to 0.7 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു. അത്രയും എക്സ്ട്രാ നല്ലൊരു വലിപ്പം ഉണ്ടായിരുന്നു. ഓരോന്നും ഒരു കുഞ്ഞിക്കുരു, വലിയൊരു കുഞ്ഞിക്കുരു വലിപ്പമെങ്കിലും മഞ്ഞാടിക്കുത്ത്. അപ്പോൾ ഇതിലുണ്ടാകുന്ന ഒരു നെഗറ്റീവ് എഫക്ട്സ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം നെഗറ്റീവ് എഫക്റ്റ് ആണ് ഈ ഒരു ഇൻസെക്യൂരിറ്റി, ആങ്കർ, ഫെറ്റിക് എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ സ്ട്രെസ് സിസ്റ്റം ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ സ്ട്രെസ് സിസ്റ്റം ഒന്ന് റിപ്പീറ്റഡ്ലി നമ്മളൊന്ന് ആക്ടിവേറ്റ് ചെയ്യാണ്. ഈ ഫ്രീക്വന്റ് സ്ട്രെസ് സിറ്റുവേഷൻ ആ ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു അഡൾട്ടിനോ അത് എത്തുമ്പോൾ ഇവിടെ ഒരു ക്രോണിക് നെഗ്ലക്റ്റ് സ്വാഭാവികം എന്തായാലും. അപ്പൊ എന്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗ്ലക്റ്റ് ഉണ്ടാകുമ്പോൾ അവർക്ക് സോഷ്യൽ എൻവറോൺമെന്റ് കിട്ടുന്ന സപ്പോർട്ട് അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അവരെന്ത് പറയും, എന്നെ ഉപദേശിക്കാൻ നിങ്ങൾ എൻ്റെ അച്ഛനോ അമ്മയോ അല്ല. ഇനി അച്ഛനും അമ്മയും ഉപദേശിക്കാൻ വന്നാൽ പറയും, എനിക്കറിയാം, എനിക്ക് അതനുസരിച്ചുള്ള പ്രായമൊക്കെ ആയി എന്ന് പറയും. എന്നാൽ ഫ്രണ്ട്സ് വന്ന് പറയും എൻ്റെ അച്ഛനോ എൻ്റെ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ ഇല്ലാത്ത വിഷമം നിനക്കെന്താ? ഇങ്ങനെ പറയുന്ന ഇഷ്ടംപോലെ പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഫ്രീക്വന്റ് ആയിട്ട് അവരുടെ സ്ട്രെസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന്റെ ഔട്ട്കം എന്ന് പറയുന്നതാണ് അഡിക്ഷൻ. അത് ഡ്രഗ് ആകാം, സ്മോക്കിംഗ് ആകാം, ആൽക്കഹോൾ ആകാം, ഫോൺ വീഡിയോസ് ആകാം, അതല്ലെങ്കിൽ വേറൊരാളെ താഴത്തെ ക്രിമിനൽ മൈൻഡിലോട്ട് ചെന്നെത്തിക്കണം എന്നുള്ള എന്ത് അഡിക്ഷൻസ് വേണമെങ്കിലും ഇവിടെ എത്താം, ഇല്ലെങ്കിൽ ഡിപ്രഷനിൽ തന്നെ എത്താം. ഇപ്പോ ഓട്ടോമാറ്റിക്കലി ബ്രെയിനും ബോഡിയും തമ്മി ഈ ക്രോണിക് എക്സ്പോഷർ ടു ത്രെറ്റിനോട് അവരെ അതിനോട്ട് അഡാപ്റ്റ് ചെയ്യാം. ഈ ഒരു ത്രെറ്റ് അതുമായിട്ട് ഒരുപാട് അഡാപ്റ്റ് ആവും. ഈ അഡാപ്റ്റ് ആവുമ്പം നമുക്ക് ഒരു എക്സ്ട്രീം എത്തുമ്പം ഒരു അലാറം ഉണ്ടാകും, നമ്മുടെ ബോഡിക്ക് ഒരു അലാറം ഉണ്ടാകും. ആ അലാറമിനെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണ്. ഇല്ല, ഞാനത് ശരിയാക്കി എടുക്കാം, ഐ വിൽ ഡു, പക്ഷെ എൻ്റെ കൂടെ ആരെങ്കിലും ഒരാൾ നിന്ന് ചെറിയൊരു സപ്പോർട്ട് തന്നാൽ മതി, ഞാൻ ഒന്ന് ശരിയായി വരും, ഇത് ടോളറബിൾ. പക്ഷെ അതേ ഇൻടോളറബിൾ ആയിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ടോക്സിക് സ്ട്രെസ് എന്ന് പറയുന്നത്. ടോക്സിക് സ്ട്രെസ്. ഈ ടോക്സിക് സ്ട്രെസ് വളരെ ഡേഞ്ചറാണ്. അവരെ റിട്രൈവ് ചെയ്ത് ബാക്ക് നോർമൽ ലൈഫിൽ കൊണ്ടെത്തിക്കാൻ വർഷങ്ങളെടുക്കും. 1-2 മാസങ്ങൾ കൊണ്ട് തീർക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല. ചിലപ്പോൾ മെഡിസിൻസിന് മാറത്തില്ല, അവർ വർഷങ്ങളെടുക്കുക. അവരോട് എന്ത് ചോദിച്ചാലും അവർക്കതൊരു ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട്, ഒരു വെപ്രാളം, ആൻസൈറ്റി, പേടി, പിന്നെ ഒരു ഇറിറ്റബിലിറ്റി, ഇതെല്ലാം ഇവരെ ഹോണ്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു ടോക്സിക് സ്ട്രെസ് അഫക്ട് ചെയ്തിട്ടുള്ളത് ചിൽഡ്രൻസ്, സ്റ്റുഡൻസ് വരെ. ഇപ്പോ എന്റെ ഹോമിയോ കോളേജിലെ സ്റ്റുഡൻസ് ഇവിടെ കാണുമായിരിക്കും. ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് 10:45 ഒരു ഫോൺ വരുന്നു. സാർ, ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് മെഡിസിൻ വേണം. ഞാൻ എന്ത് പറ്റും മോളെ?
അത് ആ കുട്ടി ആസ്മ പോലെ കാണിക്കുന്നു. ആസ്മ പോലെ കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഡിസ്നി ആരോ എന്തോ ഒരു ഫീച്ചർ പോലെ കാണിക്കുന്നു. എക്സാക്ട്ലി അറിയുന്നില്ല സാർ, എന്തോ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഹിസ്റ്റീരിക് മോഡ് വല്ലതാണോ? അല്ല, ഹിസ്റ്റീരിക് മോഡൊന്നുമില്ല. ആ കുട്ടിക്ക് ഒന്ന് ശ്വാസം എടുക്കാനും വിടാനും ഇത്തിരി ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് സാർ, ചെറിയൊരു ചുമയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് എപ്പോ തുടങ്ങി? അതിപ്പോ തുടങ്ങിയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതലാണ് ആ കൊച്ചിക്ക് തുടങ്ങി എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ വേറെ എന്തെങ്കിലും എക്സൈറ്റിംഗ് ഫീച്ചേഴ്സ് ആയിട്ട് വല്ല ഐസ്ക്രീമോ തണുത്തോ മഴയോ അങ്ങനെ ഒന്നുമില്ല സാർ, അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഞാൻ സാറിനോട് ഒരു കാര്യം പറയാം. ഞാൻ പറഞ്ഞോളൂ. അത് ഈ കുട്ടി എക്സാം ആയതുകൊണ്ട് 2 മാസം ഒറ്റയ്ക്കിരുന്നാണ് ഈ കുട്ടി പഠിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു റൂമിൽ ആരും ഇല്ലേ? ഇല്ല, അത് സെപ്പറേറ്റ് ഒരു റൂം, ആരും ഇല്ലാത്ത ഒരു റൂം അത് ഓപ്റ്റ് ചെയ്ത് തന്നെ അവിടെ തന്നെ 2 മാസം കുത്തിയിരുന്ന് ഈ എക്സാമിന് വേണ്ടി അത് പഠിച്ചു. പരീക്ഷ കഴിഞ്ഞു സാർ. ഇപ്പോ പഴയ റൂമിലോട്ട് റൂംമേറ്റ്സിലോട്ട് മിങ്കിൾ ചെയ്യാൻ ഈ കുട്ടിക്ക് പറ്റുന്നില്ല. അപ്പൊ ഒരു സോഷ്യലിസം തീരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അതിപ്പോ എന്താ ഇപ്പൊ എന്നോട് പറയാൻ, നമുക്കിപ്പോ കഫ് മാറ്റിയാ പോരെ? അല്ല സാർ, ആ കുട്ടി പറഞ്ഞത് അങ്ങനെയാണ്. റൂമിൽ വന്നപ്പം റൂമിലുള്ള ബാക്കിയുള്ള റൂംമേറ്റ്സിനെ കണ്ടതിന് ശേഷം എനിക്ക് കഫ് അത് എനിക്ക് ഇന്നൊരു ശ്വാസം മുട്ടൽ പോലെ തോന്നുന്നുണ്ട്. ഒന്നുകിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി നിൽക്കണം, അല്ലെങ്കിൽ ഇവരെല്ലാരും പുറത്തിറങ്ങണം എന്നാണ് പറഞ്ഞത്. ആ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ആ കുട്ടിക്ക് കൂടുക. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്തിട്ട് നക്സോമിക്ക 200 ഒരു ഡോസ് കൊടുത്തേക്കാണ്. ആ സാർ, തീരെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോട്ടെ. ഞാൻ കൊണ്ടുപോയിക്കോളൂ, കുഴപ്പമില്ല. കാരണം കേസ് ഞാൻ കണ്ടിട്ടില്ല, കാണുന്നില്ല, നിങ്ങൾ ആരും സ്റ്റെത്ത് വെച്ച് നോക്കിയിട്ടുമില്ല, എന്താണെന്ന് എനിക്ക് അറിയില്ല. നീ തൽക്കാലം നക്സോമിക്ക 200 കൊടുത്തേക്ക് ശരിയാവുമ്പോ 15 മിനിറ്റ്, കറക്റ്റ് 15 മിനിറ്റ് ആയപ്പോ അടുത്ത ഫോൺ വന്നു. അപ്പൊ വൈഫ് ഉണ്ടായിരുന്നു. പറഞ്ഞു മിക്കവാറും കേസ് കുളമായി കാണും. ഞാൻ പറഞ്ഞു നീ കരിനാക്കൊണ്ടൊന്ന് വളയ്ക്കാതെ എന്തെങ്കിലും ആവും നോക്കട്ടെ, ആ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകായിരിക്കും. ഞാൻ ചോദിച്ചു എന്താ മോളെ ഹോസ്പിറ്റലിൽ പോയി? ഇല്ല സാർ, ആ കുട്ടി ഓക്കെ ആയി. താങ്ക് യു സാർ, ആ കുട്ടി ഉറങ്ങാൻ തുടങ്ങി, ഇവ ഓക്കെ ആയി. ഞാൻ പറഞ്ഞു എന്നാ നാളെ രാവിലെ വന്ന് എന്നെ കാണിച്ചാൽ മതി. സോ ഇവിടെ നക്സോമിക്കയുടെ പ്രധാനം മാത്രം ഞാൻ ഇവിടെ നോക്കും. ഇവിടെ ഒരു ഇൻഡിക്കേറ്റഡ് സിംറ്റം എന്ന് പറയുന്നത് കഫ് ഇൻ സ്റ്റുഡൻസ്. ഇത് മാത്രമേ ഉള്ളൂ. ഈ ഒറ്റപ്പെടല്, സ്ട്രെസ്, സോഷ്യലിസം, ഇതൊന്നും നക്സോമിക്ക ഇൻഡിക്കേറ്റഡ് എന്ന് ഞാൻ നോക്കിയിട്ടില്ല. കഫ് ഇൻ സ്റ്റുഡൻസ് എന്ന് മാത്രമേ ഞാൻ ആ ഒരു റൂബ്രിക് എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ കൊടുത്തു. തൽക്കാലം ഇപ്പൊ അത് മതി എന്നുള്ള രീതിയിൽ. ഈ കഫ് ഇൻ സ്റ്റുഡൻസ് എന്ന് പറയുന്നതിന് മുന്നേ ഇടയിൽ ഒരു റൂബ്രിക് കൂടെ ഉണ്ട്. അത് ഞാൻ അവിടെ ഒരു ഹിന്റ് വെച്ച് തന്നെ പോയിട്ടുണ്ട്. കഫ് മെന്റൽ അഗ്രവേഷൻ ഇൻ സ്റ്റുഡൻസ് എന്നാൽ മാത്രമേ നക്സോമിക്ക വരത്തുള്ളൂ. എല്ലാ കഫ് സ്റ്റുഡൻസിന് വരാൻ കിട കഫൊന്നും അങ്ങനെയകത്ത് പ്രത്യേകിച്ച് കഫൊന്നും. ഓക്കെ, കഫ് മെന്റൽ അഗ്രവേഷൻ എക്സലറേറ്റഡ് ഇൻ സ്റ്റുഡൻസ്. അക്യൂട്ടായിട്ട് നമുക്ക് പേഷ്യന്റിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, അവരുടെ ഫിസിക്കൽ ബോഡി, അവരുടെ ടോളറൻസ്, അവരുടെ മെന്റൽ എക്സേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏത് അസുഖത്തിനും നമുക്ക് മെഡിസിൻസ് ഇവിടെ. ഇതെല്ലാം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി പാടാം. ഇപ്പൊ ലോങ് ടേം ആയിട്ട് തന്നെ വെച്ചോളൂ. ലോങ് ടേം ആയിട്ട് നമുക്കൊരു ടോക്സിക് സ്ട്രെസ് ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ക്യാൻസർ പോലത്തെ കണ്ടീഷൻസ്, ഹാർട്ട് ഡിസീസ് പോലത്തെ ഡിസീസ്, പിന്നെ അൺക്യൂറബിൾ മെറ്റബോളിക് ഡിസോർഡേഴ്സ് നിൽക്കുമ്പോൾ അവർ ഡിപ്രഷനിലോട്ട് എത്തുക. അപ്പൊ ഡിപ്രഷനിൽ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തോട്ടിൽ 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. പാസ്റ്റ് ആണോ, ഫ്യൂച്ചർ ആണോ, അതോ പ്രസന്റ് ആണോ? എന്നിട്ട് ഇവരുടെ ഫീലിംഗ് എന്താണെന്ന് നോക്കണം. ഈ ഫീലിംഗ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശരിക്കും ഫീലിംഗ് എന്താണ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമുക്കുണ്ടാകുന്ന ആ ടൈം ബീയിങ്ങില് ഇല്ലെങ്കിൽ ഇപ്പോൾ ക്യാൻസർ എന്ന് ഞാൻ അറിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഞാനൊരു ഹാർട്ട് ഡിസീസ് പേഷ്യന്റ് ആണ് ഞാൻ അറിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഇനി മുതൽ എനിക്ക് പേസ് മേക്കർ ആണ് എന്റെ ജീവിതം എന്ന് അറിഞ്ഞതിന് ശേഷം അവർക്കുണ്ടാകുന്ന ഒരു ഇമോഷൻസ് ഉണ്ടല്ലോ, ആ എമോഷൻ എന്താണെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ആ കാൽക്കുലേഷൻ നിങ്ങൾക്ക് നല്ല ഒരു മെഡിസിൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു വഴി നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ആസ് എ ഡോക്ടറായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റോ ആയിട്ടോ ഒരു സൈക്കോ തെറാപ്പിസ്റ്റോ ആയിട്ടോ നിങ്ങൾക്ക് റെഫറൻസിന് പോവാം. ഫോർ എക്സാമ്പിൾ, എന്താണ് സംഭവിച്ചത്? ഇതൊരു ചോദ്യം നമുക്ക് പേഷ്യന്റിനോട് ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ
സ്വയമേ തന്നെ ഈ പേഷ്യന്റിനോട് നിങ്ങൾക്ക് ചോദിപ്പിക്കാം. ഈ എന്താണ് സംഭവിച്ചെന്നുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം. അതേസമയം പേഷ്യന്റിനോട് ചോദിക്കാൻ പറയുന്നുണ്ടെങ്കിൽ ഇനി എന്താണ് നിങ്ങൾ സംഭവിക്കാൻ പോകുന്നത് വിചാരിക്കുന്നു എന്നും കൂടെ ചോദിക്കാം. ഇതിങ്ങനെ തന്നെയാണോ പോകുന്നത്, അതോ ഇത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ അവര് പറയും, ഇല്ല എനിക്ക് തോന്നുന്നത് ഞാൻ നിന്ന നിപ്പിൽ തട്ടിപ്പോകുവോ അതോ കിടന്ന് മരിക്കുവോ എന്നുള്ള വിചാരമാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അല്ല, ഇതൊരു ചെറിയൊരു റീഗർജിറ്റേഷൻ ആണ്. അത് ഈ ചെറിയ പ്രശ്നങ്ങളേ വരും. നമുക്ക് മെഡിസിൻസും നമ്മുടെ ഡയറ്റും മാനേജ്മെന്റ് ഒക്കെ നോക്കുമ്പോൾ ഇത് വളരാതെ നമുക്ക് പോകാൻ പറ്റും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരിക്കും, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയാറില്ല, അല്ലെ? പറയാം. അപ്പൊ ഇതിന് ഈ ഫീലിംഗ് എന്നുള്ള ഒരു ഇൻവോൾവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, അതിപ്പോ മെഡിസിൻസിലോ അതല്ലാതെ നിങ്ങൾക്ക് പോവാം. ഓക്കെ, ഇനി ഒരു വീണ്ടും നമ്മൾ ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിലോട്ട് തന്നെ പോകുമ്പോൾ ഒരുവിധപ്പെട്ട ആൾക്കാർ ഇപ്പൊ ഏതാണ്ട് ഞാനിപ്പോ സിറ്റി ലൈഫിൽ നിൽക്കുന്നതുകൊണ്ട് ഒരുവിധപ്പെട്ട ആൾക്കാർ രാവിലെ എണീറ്റ് ഓടുന്നു, സൈക്കിൾ ചെയ്യുന്നു, സ്കേറ്റ് ചെയ്യുന്നു, പിന്നെ കുറച്ച് പേര് ഷട്ടിൽ കളിക്കുന്നു, സ്വിമ്മിങ്ങിന് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ഇവർ പൂർത്തീകരിക്കാൻ പോകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇവരെല്ലാരും എന്താണ് പൂർത്തീകരിക്കാൻ പോകുന്ന അറിയത്തില്ല. അതോ ഇവരുടെ അസുഖം മാറണമെന്നാണോ, അതോ ബോഡി ഫിറ്റ് ആയിട്ടിരിക്കണമെന്നാണോ, അതോ അസുഖം വരാൻ പാടില്ല എന്നാണോ എന്നുള്ളത് ഇവർക്ക് ആർക്കും അറിയില്ല. കാരണം ഞാൻ കഴിഞ്ഞ മാസം കണ്ട ആൾക്കാരല്ല ഈ മാസം റോഡിൽ നടക്കാൻ വരുന്നത്. ഞാൻ റോഡിൽ നടക്കാൻ പോകാറില്ല, പക്ഷെ റോഡിൽ നിന്ന് എനിക്ക് റോഡ് കാണാൻ പറ്റും എന്റെ വീട്ടിൽ. ഓരോ ദിവസം ആരൊക്കെയോ വരാറുണ്ട്. അപ്പൊ ഞാൻ വെച്ച് കഴിഞ്ഞ മാസം കണ്ട അവരെ കാണാനില്ല, ഇവരെ കാണാനില്ല. പിന്നെ നിങ്ങൾക്ക് ഞാൻ വായി നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണെന്ന് തോന്നാം. കുറച്ചൊക്കെ ഞാൻ വായി നോക്കാറുണ്ട്. കാരണം ഒബ്സർവേഷൻ, വേറൊന്നും വിചാരിക്കേണ്ട, ഒബ്സർവേഷൻ എന്നുള്ള രീതിയിൽ മാത്രം. അപ്പൊ ഇതിലെ ആക്റ്റീവ്നെസ്, മനസ്സുകൊണ്ട് നമ്മൾ ആക്റ്റീവായിട്ട്, ഇല്ല ഞാൻ ഇന്ന് ഇത് എക്സസൈസ് ചെയ്യും, അല്ലെങ്കിൽ വേണ്ട 7 ദിവസം 5 ദിവസം ചെയ്താൽ മതി, 2 ദിവസം നമുക്ക് ലീവ് ഇട്ടേക്കാം. അപ്പൊ ഞാൻ ഒരു ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ സ്റ്റാമിനയും ഉണ്ടാകും, ഇൽനെസ്സോട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും. ഇൽനെസ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അസുഖം വരാതെ അവർക്ക് ഒരു ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ടുണ്ടാവും. അവർ നല്ല ട്രിം ആയിട്ട്, ഇത് മൂന്നും മതി. സ്റ്റാമിന, അസുഖം വരാതിരിക്കാനുള്ള ശ്രദ്ധ, നല്ലൊരു ട്രിം ആയിട്ട് നിൽക്കണം. ഇത് തന്നെ സെൽഫ് കോൺഫിഡൻസിലോട്ട് എത്തിക്കും. മോർ സെൽഫ് കോൺഫിഡൻസ് ലെസ് ഡിപ്രഷൻ, മോർ ഡിപ്രഷൻ ലെസ് സെൽഫ് കോൺഫിഡൻസ്. ഇപ്പൊ നമ്മൾ തന്നെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ എടുക്കുമ്പോൾ ഒരു ഹോസ്പിറ്റൽ IP സെക്ഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ ആവശ്യത്തിനധികം സൺലൈറ്റ് എത്തണം. ഇന്ത്യയിലെ പല ഹോസ്പിറ്റലുകളിലും IP സെക്ഷനിൽ സൺലൈറ്റ് പ്രോപ്പർ ആയിട്ട് എത്തിക്കാറില്ല. പലപ്പോഴും അത് ഒരു ബിൽഡിങ്ങിന്റെ സെക്കൻഡ് ബിൽഡിംഗ് ആയിട്ട് നിൽക്കുക. അല്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ അത് എത്തിക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റ് അത് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ഒരു പേഷ്യന്റ് രാവിലെ എണീറ്റാന്നിട്ട് ഇത് ഉറക്കം എണീറ്റ് നോക്കുമ്പോൾ ഭാർഗവ നിലയം പോലെ നിന്നിട്ട് കാര്യമില്ല. വീണ്ടും അവരവിടെ പഴയ ലൈഫിൽ തന്നെ എത്തുമല്ലോ. അപ്പോ മെഡിക്കൽ റിസർച്ചുകാർ ഒരുപാട് പേര് അത് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ഹോസ്പിറ്റലിൽ അതിനനുസരിച്ചുള്ള സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടാകാറുണ്ട്, ഇവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കാരണം ഇവർക്ക് ഇൽഹത്ത് ഉണ്ടാവാറുണ്ടോ ഇല്ലയോ എന്നുള്ള പല ക്വസ്റ്റ്യൻസിനും ഇവിടെ ചോദ്യങ്ങളുണ്ട്. അപ്പൊ ശരിക്കും അവർക്ക് ആദ്യം അവയർനെസ് കൊടുക്കുക, അസുഖത്തിനോടുള്ള ഒരു അവയർനെസ്. അവരുടെ ഹെൽത്ത് ഇപ്പോ 65 വയസ്സുള്ള ഒരു അമ്മമ്മയോട് പോയിട്ട് ഞാൻ ഈ സ്ട്രെച്ച് ഒക്കെ ചെയ്യൂ അമ്മൂമ്മ എന്ന് പറഞ്ഞ അമ്മൂമ്മ പറയും എണീറ്റ് പോടാൻ തന്നെ പറയും. എന്നെ കൊണ്ടാവുന്ന എന്തെങ്കിലും ചെയ്യുന്നത്. ആദ്യം അവരുടെ ഹെൽത്തിനനുസരിച്ചുള്ള നോളേജ്, അവർക്കുണ്ടാവുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിന് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, ഇതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. എന്നാൽ തീരെ സെഡൻറ്ററി ലൈഫ് ആയിട്ടുള്ള പേഷ്യൻസ് ഒത്തിരി പേരുണ്ടാകും. അവർക്ക് അവർ തന്നെ പറയും, ഇല്ല എന്റെ ജോലി ഇതാണ്, എനിക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ രാവിലെ 4 മണിക്ക് എണീക്കുന്ന ആളാണ്. ഇപ്പൊ രണ്ട് മക്കളെയും അയച്ചു വിടണം, ബാക്കി ഉള്ളവരെയും കൂടെ എനിക്ക് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വിടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഈ വക എക്സസൈസ് ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. ഈ വക ഇതിലോട്ട് എന്നെ കൊണ്ട് എത്തിക്കാൻ പറ്റത്തില്ല.
അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടാണ് എന്ന് പേഷ്യൻസ് പറയുമ്പോൾ തന്നെ നമുക്ക് അതനുസരിച്ച് അവർക്ക് അവരുടെ ഒരു കറന്റ്ലി അവരുടെ ഡിസീസ് കണ്ടീഷൻസിന് മൂവ്മെന്റ്സ് ഒന്നും വേണ്ട, പ്രോപ്പർ മെഡിസിൻസ് മാത്രം മതി. ആ മെഡിസിൻസ് തന്നെ ഹയർ പൊട്ടൻസിയിൽ പോയാൽ മതി എന്ന് നമുക്ക് ആലോചിക്കാം. കാരണം സെഡൻഡറി ലൈഫ് ഹാബിറ്റ്സിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അവനെ അതിന് മേളിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഹി ആർ ഷി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു ഹയർ പൊട്ടൻസി എന്തായാലും നമുക്ക് നീഡ് ചെയ്ത് വെക്കാം. അതല്ല, നല്ല സ്റ്റാമിനയായിട്ട് കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് അതനുസരിച്ചുള്ള ലോവർ പൊട്ടൻസീസ് മതിയാകും. ഇപ്പൊ നെർറപ്പട്രി തന്നെ, നമ്മുടെ നെർറപ്പട്രി തന്നെ ചാപ്റ്റർ നേരെ താഴെ പോകുമ്പോൾ ഒക്കുപേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒക്കുപേഷന്റെ അകത്ത് സെഡൻഡറി ലൈഫ് ഹാബിറ്റ് എന്ന് പറഞ്ഞു. സെഡൻഡറി ലൈഫ് ഹാബിറ്റ്, ഈ സെഡൻഡറിയില് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് പ്രയോറിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് നക്സോമിക്കയാണ്. ആ സെഡൻഡറി ലൈഫ് ഹാബിറ്റ്സിന്റെ റൂബ്രിക്സ് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുക. സെഡൻഡറി ലൈഫ് ഹാബിറ്റ് പേഷ്യൻസിന് കോൺസ്റ്റിപ്പേഷൻ വിത്ത് കോ എക്സിസ്റ്റിംഗ് മെന്റൽ ട്രബിൾസ്, ഡിസ്പെപ്സിയ, എക്സേർഷൻ കമ്പൈൻഡ് വിത്ത് മെന്റൽ irritation and inflammation of ovaries, paralysis of intestine from protracted diarrhea, plethora, etc. and vertigo. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ ഒരു റെപ്പർട്ടറിക്കകത്ത് നിങ്ങൾക്ക് ഓക്കുപേഷൻ എന്നുള്ള അതിന് ലിമിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിനെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ റൂബ്രിക്സ് ഇഷ്ടംപോലെ ഉണ്ടാകും. അതിൽ ആക്ടേഴ്സ് ഉണ്ട്, ഓപ്റ്റേഷനസ് ഉണ്ട്. ഇപ്പൊ ആക്ടേഴ്സിനോടൊക്കെ നമുക്ക് വോയിസ് റെസ്റ്റ് കൊടുക്കണമെന്ന് അവർക്കൊരു മാനേജ്മെന്റ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ കാരണം അവർക്ക് എന്തായാലും സോർ ത്രോട്ട് ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മുടെ മാനേജ്മെന്റും നമ്മൾ പറയുന്ന വാഗ്ദാനങ്ങളും അതനുസരിച്ചിരുന്നാൽ മതി. അവരോട് സ്റ്റേ സ്ട്രോങ് ആൻഡ് ഹെൽത്തി എന്ന് പറയാം. കുറച്ചു നേരം പോയി നല്ല ജോഗിങ് ചെയ്ത് എക്സർസൈസ് ചെയ്യുന്ന പറയുമ്പോൾ അവർ പറയും ഇല്ല സാർ, തലനീര് ഇറങ്ങുമ്പം സൗണ്ട് പോകും, അപ്പൊ സൗണ്ട് പോയി കഴിഞ്ഞാൽ എന്റെ വരുമാനം പോകും. വേണ്ട, ചെടി മേടിച്ചവിടെ നട്ടുവെക്കാം, ഒരു കുഴപ്പമില്ല. ചെടി നടുന്നുണ്ട്, ദേഹം അനങ്ങത്തില്ല, പക്ഷെ മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാകും. നമുക്കിവിടെ ഫിസിക്കൽ ആക്ടിവിറ്റി 50% ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മെന്റൽ ആക്ടിവിറ്റി റിമൈനിങ് 50% നമ്മൾ റെഡിയാക്കണം. ഇപ്പൊ ഭൂരിപക്ഷവും ഇവിടെ മെഷീൻസ് ആണ് നമുക്ക് നമ്മുടെ ലൈഫിനെ ഈസിയർ ആക്കുന്നത്. ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ നടന്നുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പൊ കാറിൽ പോകും, പടി കയറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ ലിഫ്റ്റിൽ പോകുന്നുണ്ട്. അപ്പോ നമ്മൾ ഒരു തവണ നമ്മൾ കോൺസ്റ്റന്റ്ലി ആക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതെല്ലാം കട്ട് ചെയ്ത് ഒരു പ്രാവശ്യം നമ്മളൊന്ന് കോൺസ്റ്റന്റ്ലി ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യും. നല്ല രീതിയിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടേഴ്സ് തന്നെ, ഈ പറഞ്ഞ കമ്പ്യൂട്ടേഴ്സും ലാപ്ടോപ്സും തന്നെ നമുക്ക് ഒരു സെഡൻഡറി ലൈഫ് ഹാബിറ്റ്സിൽ തന്നെ നമ്മൾ എത്തിക്കുക. അപ്പൊ ഇവിടെ ഒരു ഡെയിലി ഫിസിക്കൽ എക്സേർഷനും ഒരു തരത്തിലും ഒരു എക്സേർഷനും ഇല്ലാതെ നമ്മുടെ ബോഡി വന്ന് ടെൻഷന്റെ സ്റ്റോർ ഹൗസ് ആയിട്ട് മാറുകയാണ്. ആവശ്യത്തിന് അധികം ടെൻഷൻ നമ്മുടെ കയ്യിൽ തന്നെ കാണും. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നമ്മളെ ഒന്ന് പറയുന്ന അറിയാം, ചെറിയ പ്രശ്നമുണ്ടെന്ന്. അപ്പൊ നമ്മൾ പറയുന്ന ഒരു സാധനം എന്താണെന്ന് അറിയാം, ഞാനേ ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നീ എന്നോട് വന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? ഇതൊക്കെ നമ്മൾ വേറെ വഴിയില്ല, നമ്മൾ ഇങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അങ്ങനത്തെ ഒരു നെഗറ്റീവ് തോട്ട് ചെയ്യണം. ഇല്ല, അങ്ങനത്തെ നെഗറ്റീവ് തോട്ട് ആടേണ്ട ആവശ്യമില്ല. അല്ല, ശരിയായിക്കോളും. എല്ലാം ഒരു ദിവസം അത് ശരിയാകും. നമുക്ക് ശരിയാകാത്ത എന്തെങ്കിലും സാധനം, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും ഈ നാട്ടിലില്ല. എല്ലാത്തിനും പരിഹാരം, പക്ഷെ കണ്ടെത്തണം. അത് താനേ വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കരുത്. അത് വൺ ഡേ നമ്മുടെ ബോഡി എല്ലാം ശരിയാകും, വൺ ഡേ ഞാൻ ജിമ്മനാകും, വൺ ഡേ ഞാൻ എല്ലാം റെഡിയാക്കാം. അല്ലെ, ആ വൺ ഡേ ഇന്ന് തന്നെ ആയിക്കൊള്ളുന്നില്ല, നാളെ തന്നെ ആയിക്കൊള്ളുന്നില്ല. ഓക്കെ, പക്ഷെ സമയം നമ്മൾ മാറി തുടങ്ങുന്നുണ്ട്. ഏത് നേച്ചറിന്റെ ലെവലിൽ തന്നെ മാറി തുടങ്ങുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നമുക്കൊരു ചെറിയൊരു സർജറി ഉണ്ട്, അതിപ്പോ അപ്പൻഡിസൈറ്റിസോ ഇല്ലെങ്കിൽ ചെറിയൊരു കീ ഹോൾ സർജറി എന്ന് വെച്ചോ. ഡോക്ടർ വരുന്നു അല്ലെങ്കിൽ സർജൻ വരുന്നു, ടിയർ ചെയ്യിപ്പിക്കുന്നു, ആവശ്യത്തിനുള്ള സാധനങ്ങൾ പുറത്തെടുപ്പിക്കുന്നു, ആ സർജറി കഴിയുന്നു, സ്റ്റിച്ച് ഇടുന്നു, മരുന്ന് തരുന്നു, പോകുന്നു. ഓക്കെ, മരുന്ന് എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്സ് ആണ്. ഏതിന്? ആ വൂണ്ട് പ്രോബ്ലമാറ്റിക് വരാതിരിക്കാൻ ആന്റിബയോട്ടിക്സ് മാത്രം. പക്ഷെ ഹീലിംഗ് നേച്ചറാണ് നടക്കുന്നത്.
അപ്പൊ നേച്ചറിനെ വിശ്വസിച്ചാണ് സർജൻ അവിടെ ഇറങ്ങുന്നത്. നേച്ചേഴ്സിന് അപ്പാർപ്പെട്ടുള്ള ഒരു അസുഖം അവിടെ നിൽക്കുമ്പോൾ ഡയബറ്റീസ് ഉള്ള പേഷ്യന്റ്, ഹൈപ്പർ ടെൻഷൻ ഉള്ള പേഷ്യന്റ്, ഇവിടെ ഹൈപ്പർ ടെൻഷൻ ഇരുന്നാൽ പോലും ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അവിടെ ഫിസിയോതെറാപ്പി ചെയ്യാറില്ല. അവർ പറയും ഇല്ല സാർ, പേഷ്യന്റ് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഇവിടെ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റത്തില്ല. ആ ബോഡി ആദ്യം ബ്ലഡ് പ്രഷർ ഒന്ന് കൺട്രോൾ ചെയ്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റിനെ പോകാൻ പറ്റുള്ളൂ. ചെസ്റ്റ് എക്സ്റേ എടുക്കണം സർജറിക്ക് മുന്നേ. അപ്പോൾ ഒരു അനസ്തീഷ്യൻ നമ്മൾ ഒരു കൺസെന്റ് മേടിക്കണം. കാരണം എന്താ പറയുക, നേച്ചർ അതിന് ഹീലിംഗ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പേഷ്യന്റിന് വടിയായി. അപ്പോൾ ഇവിടെ നേച്ചർ നമ്മുടെ ബോഡിക്ക് അത് ഹീൽ ചെയ്യാൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കണം. എല്ലാ ദിവസവും ഹെൽത്തി ആയിരുന്നില്ലെങ്കിലും മാക്സിമം ഹെൽത്തി ആവാൻ നമ്മൾ ശ്രമിച്ചാൽ മാത്രമാണ്. ഹെൽത്ത് എന്ന് പറയുന്ന സാധനം നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പകരം പുവർ ഹെൽത്ത് ഡിസീസും നമ്മളെ കൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അത് മാത്രം എന്ന് നിങ്ങൾ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഹെൽത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ പുവർ ഹെൽത്ത് ഡിസീസ് നമ്മളെ കൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്ന് തന്നെ പോകും. നമ്മൾ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നാൽ പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ സന്തോഷങ്ങളും പുതിയ പുതിയ ഹെൽത്തി ലൈഫും, നല്ല ഹെൽത്തി ലൈഫും നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ കുറച്ച് വർഷം കൂടെ നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാം, ഹെൽത്തി ആയിട്ട് ജീവിക്കാം. ഓരോ ബോഡിയിലും ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് റിക്കവറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സർജറിയുടെ കാര്യം വെച്ച് നമുക്കതൊരു റിക്കവറിയാണ്. ആ റിക്കവറിയാണ് സെഡൻഡറി ലൈഫിനെയും ആക്റ്റീവ് ലൈഫിന്റെ ഒരു ബിറ്റ്വീനിൽ നിൽക്കുന്ന ഒരു ഫാൻ. ഇപ്പൊ നിങ്ങളുടെ മസിൽസിനെ മൂവ്മെന്റിന് അത് റെഡിയാണ്. ഫോർ എക്സാമ്പിൾ മൂവ്മെന്റിന് റെഡി ആയിട്ട് അത് ഡെയിലി ആക്ടിവിറ്റീസിനോ വിഗ്രസ് ആക്ടിവിറ്റീസിനോ എന്തിനു വേണമായിരുന്നാലും അത് റെഡിയാണ്. അപ്പോൾ ഓക്കെ, ഞാൻ മസിൽ റെഡിയാണ്. അപ്പൊ ആ മസിലിനെ റെഡിയായി നിൽക്കുന്ന മസിൽസിനെ നിങ്ങൾ ഒന്ന് ഫ്ലെക്സ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആ മസിലിന് സന്തോഷമായിക്കോട്ടെ. ഉണ്ട്, ഉഷാറാണ് എന്നുള്ളത്. റെഡിയായി നിൽക്കുന്ന മസിൽസിനെ പോലും നിങ്ങൾ സ്ട്രെച്ച് ചെയ്യൂല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവിടെ അതിൻ്റെ ഒരു അർത്ഥം വരുന്നില്ല. അപ്പോ ഇവിടെ വൈറ്റാലിറ്റീന്റെ കറക്റ്റ് ഇൻഫർമേഷൻ കൊടുത്ത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പകരം ഇപ്പൊ നിനക്കിപ്പോ എന്ത് വേണം, സ്ട്രെച്ച് ചെയ്താൽ പോരെ. ആർക്ക് ചെയ്യാൻ, ആർക്ക് വേണ്ടി? അപ്പൊ നമ്മുടെ കൂടെ ഉള്ള ഇപ്പൊ ഡോക്ടർ എന്നെ പറയും ചെറിയ സ്ട്രെച്ച് ചെയ്യും പറയും, 3-4 തവണ പറയുമ്പോൾ അവർക്ക് ദേഷ്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം, സ്ട്രെച്ച് ചെയ്യണം, എന്തെങ്കിലും ഞാൻ ചെയ്തോളൂ. അങ്ങനെ ഇൻകറക്റ്റ്ലി ചെയ്യേണ്ട അതിനേക്കാളും ചെയ്യാതിരിക്കാന്നേ ഉള്ളൂ. നമ്മളുടെ എസെൻഷ്യാലിറ്റി എന്ന് പറയുന്നത് റൈറ്റ് വേവ്സില് റൈറ്റ് ടെക്നിക്സില് നമ്മുടെ ഫിസിക്കൽ ബോഡീനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ ഈ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം എന്ന് ഒരു ഡോക്ടർ ഒരു പേഷ്യനോട് പറയുമ്പോൾ, അപ്പൊ നാളെ മുതൽ ഞാൻ യൂട്യൂബ് നോക്കിക്കോട്ടെ. യൂട്യൂബിൽ പലതും കാണും, പല വേർഷൻസ് ഉണ്ടാകും. അപ്പം അത്രയൊന്നും വേണ്ട. ചെറിയൊരു സിമ്പിൾ സ്ട്രെച്ച് എക്സസൈസ്. ഇപ്പൊ തന്നെ എന്റെ അമ്മായിച്ചൻ പറഞ്ഞു, എനിക്ക് അമ്മായിച്ചന് ഡയബറ്റീസ് ഉണ്ട്, കൺട്രോൾ ആണ്, പക്ഷെ ചെറിയ പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ട് പറഞ്ഞ് വലിയ സ്ട്രെയിൻ ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് എനിക്ക് പറഞ്ഞു തരാമോ? വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ അച്ഛൻ TV കാണാറുണ്ടോ? ഉണ്ട്. ആ ഇരിക്കുന്ന സീറ്റിന്റെ ഫ്രണ്ടിൽ വന്ന് ഒരു കാല് ഹൈപ്പർ എക്സ്റ്റെൻഡും ഒരു കാല് ഹൈപ്പർ ഫ്ലെക്സ് ചെയ്ത് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ മതി. കാഫ് മസിൽസ് റെഡിയായി. കാഫ് മസിലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന നെർവ്സ് ആക്റ്റീവ് ആയിക്കോളും. സയാറ്റിക് നെർവ് ഒന്നുകൂടി ആക്ടിവേറ്റ് ആകുമ്പോൾ പകുതി ന്യൂറോപ്പതി റെഡി ആയിക്കോളും. ഓക്കെ, സോ ഐഡിയാസ് നമ്മൾ കൊടുക്കുന്നത് ഹെവി ഐഡിയാസ് ആയിട്ട് കൊടുക്കാൻ നിൽക്കണം. ചെറിയ ഐഡിയാസ് ആയിട്ട് കൊടുത്താൽ മതി, ചെറുതായി. ഞാനൊരു 9 എക്സസൈസിന്റെ ഫോട്ടോ ഞാൻ എന്റെ ക്ലിനിക്കിൽ ടാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ ബാക്ക് ഏക്ക് വരുന്ന പേഷ്യൻസിനോട് ഞാൻ അത് പറയാറുണ്ട്. ഞാൻ പറയും, ഇതിൽ ഏതെങ്കിലും 3 എണ്ണം നിങ്ങൾ ചെയ്താൽ മതി. 9 ചെയ്യാൻ ഞാൻ പറയത്തില്ല, 3 എണ്ണം നിങ്ങൾ ചെയ്തോളൂ. വെറും 3 എണ്ണം. അതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ളത്, നിങ്ങൾക്ക് ചെയ്യാൻ കൂടുതൽ ഇഷ്ടമുള്ളതോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു 3 എണ്ണം ചെയ്തോളൂ. ആ പേഷ്യന്റ് പറയും, ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് അവർ 2 ആഴ്ച കഴിഞ്ഞിട്ടൊന്ന് പറയും, സാർ ഇതിൽ ഞാൻ ഇന്നത് മാത്രമേ ചെയ്തോളൂ. ഇപ്പൊ ഇത്തിരി ആശ്വാസമുണ്ട്, മെഡിസിൻ എടുക്കുന്നതിന് കൂടെ തന്നെ കുറച്ച് നല്ല ആശ്വാസം. അപ്പൊ നമുക്ക് അവിടെ ഒരു വഴി, നമ്മൾ കൊടുക്കുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ, ഡോക്ടറായിട്ട് നമ്മൾ മരുന്ന് കൊടുക്കും, ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആയിട്ട് ഇവിടെ ഒരു ഐഡിയ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഡോക്ടർ ഇപ്പൊ പറഞ്ഞ എക്സർസൈസ് ഒന്നുകൂടെ ഒന്ന് പറയണേ, സയാറ്റിക് നെർവിനെ.
സ്റ്റാറ്റിക് നെർവ് എക്സസൈസിന് നമ്മുടെ സീറ്റിന്റെ ഫ്രണ്ട്, നമ്മുടെ ഇരിക്കുന്ന ചെയറിന്റെ ടിപ്പിൽ വന്ന് നിൽക്കണം. ഒരു ഹൊറർ സിനിമ കാണുന്നത് പോലത്തെ ഏറ്റവും ടിപ്പിൽ വന്നിരിക്കുക. വന്നിട്ട് ഒരു ലെഗ് ഹൈപ്പർ എക്സ്റ്റെൻഡ് ചെയ്ത് ഏറ്റവും ഫ്രണ്ടിൽ വെക്കണം. മറ്റൊരു ലെഗ് ഹൈപ്പർ ഫ്ലെക്സ് ചെയ്ത് ഈ സീറ്റിന്റെ, ഈ ചെയറിന്റെ അകത്തോട്ട് ഒന്ന് വെച്ച് സ്ട്രെച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്താൽ മാത്രം മതി. ഏറ്റവും നല്ലത് ചെയ്യേണ്ടത് ഈവനിങ് 6 o'clock ശേഷം. ഈവനിങ് 6 o'clock ശേഷം ഏറ്റവും നല്ലതാണ് ഡയബറ്റിക് ന്യൂറോപ്പതി ഉള്ള പേഷ്യൻസിന് എക്സസൈസ്. കാരണം ആഫ്റ്റർ റിലാക്സ്ഡ് ഫേസില് വളരെ ചേഞ്ചസ് കുറവായിരുന്നാലും 2 o'clock 3 o'clock 4 o'clock ആകുമ്പോൾ ടൈം കൂടുന്തോറും രാവിലെ മുതൽ ചെയ്യേണ്ട ജോലിയോ, അതിപ്പോ റെസ്റ്റിലായിരുന്നാലും റിട്ടയർഡ് ആയിരുന്നാലും ആരായിരുന്നാലും ദേ വിൽ ഗെറ്റ് എ മൈൽഡ് സ്ട്രെസ് ഉണ്ടാകും. അതിന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എക്സസൈസ് ആണ് യൂസ്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസ്, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് പോലെയാണ്. 3 മണിക്ക് ശേഷം ആരും അധികം പ്രോട്ടീൻ ഫുഡ്സ് എടുക്കാതിരുന്നാൽ അത്രയും നല്ലത്. 3 PM മുതൽ. കാരണം ഇനിയിപ്പോ ഇന്ന് നൈറ്റ് ഒരു പാർട്ടി ഉണ്ട്, 7 മണിക്ക് ഒരു പാർട്ടി ഉണ്ട്. അപ്പൊ ഉച്ചക്കേ നമ്മള് പഴങ്കഞ്ഞിയും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറും തൈരും മാത്രം കൂട്ടിയിട്ട് എല്ലാം കൂടെ ചേർത്ത് ഈവനിങ് പാർട്ടിക്ക് അതിനെ ചേർത്ത് വെച്ച് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് നമുക്കൊരു ഡിസ്പെപ്സിയ ഉണ്ടാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാം. ഇതിനനുസരിച്ചുള്ള ആവശ്യത്തിനുള്ള ഫാറ്റും കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോർ ചെയ്തിരിക്കും. ഇതിനെ ബേൺ ഔട്ട് ചെയ്തെടുക്കാൻ നമുക്ക് 1 മാസം എടുക്കും. ഒരാഴ്ചയാണ് ഒരു പൊറോട്ട ഡൈജഷൻ ചെയ്ത് പുറത്ത് എവാക്യുവേറ്റ് ചെയ്ത് പോവാൻ. ഒരാഴ്ച. അപ്പൊ 3 പൊറോട്ട കഴിക്കുന്ന ഒരാൾക്ക് 3 പൊറോട്ട കഴിക്കുന്ന ഒരാൾക്ക് എന്തായിരിക്കും? ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം ഫുഡായിരുന്നാലും ശരി, കാശായിരുന്നാലും ശരി, ആവശ്യത്തിന് മാത്രം നമ്മൾ എടുക്കാം. അതിന് മേലെ ഒന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ഏതായിരുന്നാലും പീസ്ഫുൾ മൈൻഡ് അങ്ങ് പോയി. ഓക്കെ, അപ്പോ വളരെ കീ പോയിന്റ് ആയിട്ട് ഞാൻ എന്റെ ക്ലാസ് നിർത്തിക്കുന്നതിന് മുമ്പ് വളരെ കീ പോയിന്റ്സ് ഞാൻ പറഞ്ഞു തരാം. സ്ട്രെച്ചിങ് എന്ന് പറയുന്ന, നമ്മുടെ ഫിസിക്കൽ ബോഡി സ്ട്രെച്ചിങ് എന്ന് പറയുന്നതിനെ സ്ട്രെസ്ഫുൾ ആക്കരുത്. ഇത് ഫസ്റ്റ്. അതിനെ വളരെ പീസ്ഫുൾ ആയിട്ടും വളരെ റിലാക്സ് ആയിട്ടും വളരെ മത്സരവേദി ഇല്ലാതെ, അതായത് നോൺ കോമ്പറ്റീറ്റീവ് അല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കും. നമുക്ക് നമ്മുടെ അടുത്ത് മത്സരം വേണ്ട, മറ്റുള്ളവരുടെ അടുത്ത് മത്സരം. ഇന്ന് ഞാൻ 20 അടിച്ചു, നാളെ ഞാൻ 30 അടിക്കും, മറ്റന്നാൾ 50 അടിക്കും, അത് കഴിഞ്ഞാൽ കപ്പടിക്കത്തേ ഉള്ളൂ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇവിടെ സ്ട്രെച്ചിങ് നിങ്ങളുടെ മസിൽസിനെ എപ്പോഴും നിങ്ങൾ ടച്ചപ്പ് ചെയ്ത് വിടുക. ഈ ട്രപ്പീസിയസ് അവിടെ ഉണ്ട്, ലാറ്റിസ്മസ് അവിടെ ഉണ്ട്, സെറാറ്റസ് ആന്റീരിയർ അവിടെ ഉണ്ട്, പെക്ടോറലിസ് മേജർ, പെക്ടോറലിസ് മൈനർ, ടീറസ് മേജർ, ടീറസ് മൈനർ, ഇതെല്ലാം അവിടെ ഉണ്ട്. ഹാംസ്ട്രിങ് മസിൽസ്. ഇതിനെ ഓരോന്നോരും നിങ്ങളുടേതായ ഒരു ഡിസിപ്ലിൻ കൊണ്ട്, നിങ്ങളുടേതായ ഒരു സ്ട്രെച്ചിങ് കാരണം അതിനെ എൻജോയ് ചെയ്ത്, അതിനെ നല്ലോണം എൻജോയ് ചെയ്ത്, അതിന് ആവശ്യത്തിനുള്ള ഫ്രീഡം കൊടുത്ത് നിങ്ങൾ സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ചെയ്യിപ്പിച്ചാൽ. ഡോക്ടറെ ഒന്ന് ഇടപെട്ടോട്ടെ. ഇനി നമുക്ക് ക്ലാസ് ഇതിന്റെ ഭാഗം ഇനി ഉണ്ടോ മുമ്പോട്ട് കുറച്ച് കൂടുതൽ? ഇല്ല മേഡം, തീർന്നു, കഴിച്ചു, ക്ലാസ് കഴിഞ്ഞു. അല്ല, നമുക്ക് ഈ പറഞ്ഞ എക്സർസൈസ് ഒക്കെ അതിന്റെ എന്തെങ്കിലും കുറച്ച് ബാക്കി പറയാനുള്ളത് കൊണ്ട് നമുക്ക് ഇനി ഒരു ക്ലാസ് ഇവിടെ വെക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് സന്തോഷം. ഇല്ല, കുഴപ്പമില്ല. എന്തെങ്കിലും സ്ട്രെച്ച് എക്സസൈസ് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 3 minutes ഞാൻ ഒരു ചെറിയൊരു സെഷൻ കാണിച്ചു തരാം. നമ്മളെ സമയം ഇനി ആർക്കും എന്താ ഒരു അമ്പാടി മാഡം ഒക്കെ നമുക്ക് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് ചോദിക്കാനേ. സലീംകുമാർ ഡോക്ടർ, സംശയങ്ങൾ ചോദിക്കാനുള്ള സമയം, അഭിപ്രായങ്ങൾ. മാഡം, ഇത് എന്റെ കയ്യിലിരിക്കുന്ന ഒരു ബുക്കാണ്. ഞാൻ എപ്പോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഞാൻ ഹാൻഡ് ഓവർ ചെയ്ത് തരാം. നിങ്ങള് അതുകൊണ്ട് ജസ്റ്റ് ഒരു ബുക്കിന്റെ ഒരു ഐഡിയ മാത്രമായിട്ട് ഞാൻ കാണിച്ചു തരാം. ശരിക്കും ക്ലാസ്സുകളൊക്കെ ബുക്ക് റിവ്യൂ തന്നെ ക്ലാസ് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കണ്ടല്ലോ, ഇത് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട സ്ട്രെച്ചിങ് എക്സസൈസ് ആണ്. 1 2 3 4 5 6 7 8 9 10 12. ഇത് ഓരോന്നും എത്ര സെക്കൻഡ്സ് എത്ര മിനിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഈ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് TV വാച്ച് ചെയ്യുന്നവർക്ക്, നടക്കാൻ പോകുന്നതിന് മുന്നേ കഴിഞ്ഞുള്ള സ്ട്രെച്ചിങ് എക്സസൈസ്, ട്രാവൽ ഒരുപാട് സമയം ചെയ്ത് കഴിയുന്നവർ ചെയ്യേണ്ട സ്ട്രെച്ചിങ് എക്സസൈസ്, ഓരോന്നും ഓരോ ഡിഫറെന്റ് ആണ്, ഓരോ ഡിഫറെന്റ് ആയിട്ട് കാണും. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ഇനി ഒരു ക്ലാസ്സിൽ ഒന്ന് പരിചയപ്പെടുത്താമോ?
തീർച്ചയായിട്ടും വേണം, തീർച്ചയായിട്ടും പരിചയപ്പെടുത്തി. ഈ ഫിഗർ വെച്ച് തന്നെ ഞാൻ പരിചയപ്പെടുത്തി. ഈ ബുക്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണം ഞാൻ റെഡി. ഓക്കെ. ഓക്കെ, അങ്ങനെ IHPF-നെ വളരെ വീണ്ടും നന്ദിയുണ്ട്. എനിക്കൊരു ഒരു അവസരം കൂടെ തന്നു, ക്ലാസ് എടുക്കാനുള്ള അവസരം തന്നു. താങ്ക് യു. ധനേഷ് സാറിന് പ്രത്യേകിച്ച് താങ്ക് എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു ഡോക്ടറെ. ഡോക്ടറെ IHPF അല്ല, IFPH ആണ്. IFPH, IFPH. ഇന്റർനാഷണൽ ഫോറം അതെ. ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി. ഓക്കെ, ക്ഷമിക്കണം സാർ, ചെറുതായിട്ട് തെറ്റിപ്പോയി. ചെന്നെടുക്കുന്നുണ്ടല്ലേ? തെറ്റല്ലേ, കഴിഞ്ഞ പ്രാവശ്യം തെറ്റിയാണ് പറഞ്ഞത്. ശരി. ശ്രദ്ധിക്കുക, Okay. നമ്മുടെ ഫോറം എന്ന് പറഞ്ഞാൽ IFPH ആണ്. IFPH. IFPH. ശരി, ഓക്കെ. അപ്പൊ അമ്പാടി മാഡം ആദ്യം ഹാൻഡ് റൈസ് ചെയ്തു. അമ്പാടി മാഡത്തിനെ ക്ഷണിക്കുകയാണ്. ഓക്കെ. ഡോക്ടറെ, ഞാനൊരു 76 വയസ്സുള്ള വല്യമ്മ. അപ്പൊ പരിചയപ്പെട്ടതിൽ സന്തോഷം. ഈ പറഞ്ഞതെല്ലാം വളരെ വളരെ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് ഒരു മോർ ദാൻ 70% ഞാൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡാണ് ഇതെല്ലാം. ഇപ്പൊ ഈ പറഞ്ഞ സ്ട്രെച്ചിങ്, എണീക്കുമ്പോഴുള്ള സ്ട്രെച്ചിങ്ങും, പിന്നെ അതുപോലെ തന്നെ പോസിറ്റീവ് മെന്റാലിറ്റിയും ആറ്റിറ്റ്യൂഡും എല്ലാം, എവറിത്തിങ് ഐ യൂസ് ടു ഡു. എന്നെ അടുത്തറിയാവുന്നവർക്കൊക്കെ അറിയാം അത് ഞാൻ അങ്ങനെ സൂക്ഷിക്കുന്നതാണെന്ന്. പിന്നെ രണ്ടാമത് ഡോക്ടർ പറഞ്ഞ ആ ബുക്കിന്റെ പേര്, ഇതില് ബുക്ക് എനിക്ക് വേണം. അതെന്താ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. സാർ, മേഡം ഒന്നുമില്ല ഡോക്ടർ. ഞാൻ ഈ ഗ്രൂപ്പ് ഇത് ഇന്ന് തന്നെ ഞാൻ ധനേഷ് സാറിന് ഷെയർ ചെയ്ത് കൊടുക്കാം. സാർ ഇതിന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോളൂ. ഓക്കെ. അല്ല, ബുക്ക് കിട്ടാനായിട്ട് ബുക്ക് ആയിട്ടില്ല മേഡം, എന്റെ കയ്യിൽ PDF ആയിട്ടേ ഉള്ളൂ. PDF ആയിട്ട് തന്നെ ഞാൻ ഷെയർ ചെയ്തത്. അല്ല, ഈ PDF ബുക്ക് അയച്ചു എവിടെന്നെങ്കിലും തരുമോ? വാങ്ങാൻ കിട്ടുമോ? അല്ല, വാങ്ങാൻ PDF അയച്ചു കിട്ടുമോ തന്നാൽ മതി. എന്നുള്ളത് ഞാൻ PDF അയച്ചു തരാം. വാങ്ങാൻ കിട്ടുന്നുള്ള ഞാൻ അന്വേഷിച്ചിട്ട് എവിടെയാന്നുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ PDF അയച്ചു ഓക്കെ തരാം. ഡോക്ടറെ, ഓക്കെ ഡോക്ടറെ, വളരെ നന്നായിരുന്നു. വളരെ കൂളായിട്ട് ഡോക്ടർ ഇത് പ്രസന്റ് ചെയ്തപ്പോ വാസ് ഫീലിംഗ് വെരി, എന്താ പറയണേ, നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ വലിയ സന്തോഷം തോന്നി. മിടുക്കൻ കേട്ടോ. ഇനിയും വരണം. Thank you. ഓ, ആയിക്കോട്ടെ. Thank you. ഓക്കെ. ഓക്കെ. നന്ദി അമ്പാടിയമ്മേ. അടുത്തത് സലീം കുമാർ ഡോക്ടറാണ്. സലീം കുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. സാറേ, ക്ലാസ് ഒരു വ്യത്യസ്തത കൊണ്ട് അതിൻ്റെതായ ഒരു രസവും സുഖമൊക്കെ ഉണ്ടായിരുന്നു. എന്റെ ചോദ്യം, സാറ് നെർ റെപ്പർട്ടറി ആണോ സ്ക്രീനിൽ വന്നത്? അതെ സാർ, നെർ റെപ്പർട്ടറി. അത് എവിടെ നിന്നാ സാർ അത് കിട്ടണേ? സാർ, നെർ റെപ്പർട്ടറി ജസ്റ്റ് ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം സാർ. അതല്ലാതെ ഏത് ഇതിനകത്ത് സോഫ്റ്റ്വെയറിലുള്ളത്? സാർ അത് തന്നെ സാർ. സാർ, അത് സ്ക്രീൻ ഷെയർ ചെയ്ത് ഒരൊറ്റ സെക്കൻഡിൽ ഞാൻ പറഞ്ഞുതരാം സാർ. ഓക്കെ. സാറിനിപ്പോ എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. സാർ, ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോം കണ്ടല്ലോ സാർ? അതില് നെർ റെപ്പർട്ടറി ഓൺലൈൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി. നെർ റെപ്പർട്ടറി ഓൺലൈൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് വരുമ്പോ ഈ ആദ്യം കാണുന്ന സൈറ്റ് www.homeoint.org എന്ന് വരുമ്പോ തന്നെ ഇത് നെർ റെപ്പർട്ടറിയുടെ ഒഫീഷ്യൽ പേജിന്റെ അകത്ത് ചെന്ന് ഓപ്പൺ ആകും. ഇത് നമ്മുടെ JP ബ്രദേഴ്സിന്റെ ഒഫീഷ്യൽ പ്രിന്റിംഗ് ആയിട്ട് തന്നെ. ഇതില് ഓരോ ചാപ്റ്റേഴ്സ് 1 മുതൽ 48 ചാപ്റ്റേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. സാറിന് ഈ ഗ്രീൻ കളർ കാണുന്ന ഏതിൽ ചെന്ന് ക്ലിക്ക് ചെയ്താലും അതിന്റെ അകത്തുള്ള സബ് റൂബ്രിക്കിന്റെ അകത്തോട്ട് ചെന്നോളൂ. ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ലാപ്ടോപ്പ് ഇല്ല സാർ, ഇത് സാധാരണ ഗൂഗിൾ ക്രോമിലെ ഫ്രീ വെർഷൻ ആണ്. ഇത് സോഫ്റ്റ്വെയർ ഒന്നുമില്ല. എല്ലാവർക്കും നിങ്ങളുടെ മൊബൈലിൽ തന്നെ നോക്കാന്നുള്ള ഇതാണ്. സാറ് ആ www.nerreppertory.com അല്ല? ഇല്ല, നെർ റെപ്പർട്ടറി ഓൺലൈൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഫസ്റ്റ് സാധനമാണ് homeo.org അകത്ത് തന്നെ ഗൈഡിങ് സിംറ്റംസ് ഓഫ് മെട്രിയോമെഡിക്കൽ തന്നെ ഫസ്റ്റ് വെബ്സൈറ്റ് കാണുന്ന. ഓക്കെ, ഇത് ലേറ്റസ്റ്റ് കമ്പ്യൂട്ടർ വെർഷൻ ആണ്. ഇനി ഇതിന്റെ ഓൾഡ് ബുക്കിന്റെ PDF എന്റെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർക്ക് ഞാൻ ഈ അറിവ് എനിക്ക് വിലപ്പെട്ട കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഞങ്ങള് കൈവീര സാറോട് കൂടെ പറഞ്ഞോളൂ. കാരണം ഇതിന്റെ എന്തുകൊണ്ട് ഇത് ഇറങ്ങുന്നില്ല എന്ന് ഞങ്ങൾ നിരാശപ്പെട്ടിരിക്കുക. കാരണം വെച്ചാല് ഇതിന്റെ സോഫ്റ്റ്വെയർ ഇതുവരെ ഇറങ്ങാത്തതാണെന്നുള്ളത്. ഇതിന്റെ പുതിയ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് സാർ. നമ്മൾ ഇറങ്ങി അന്വേഷിക്കുന്നില്ല എന്നുള്ളൂ സാർ. ഇതിനകത്ത് ബോറിക് ഉണ്ട്, ക്ലിനിക്കൽ റെപ്പർട്ടറി ഉണ്ട്, എല്ലാം ഉണ്ട് സാർ. എല്ലാം ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകാം. അത് നമ്മൾ നോക്കി തപ്പി എടുത്ത് കിട്ടുന്നുണ്ട്. ഫ്രീ ഡൗൺലോഡ് ആണ് ഡോക്ടർ പറയുന്നത്. ഫ്രീ ഡൗൺലോഡ്. സാർ,
ഫ്രീ ഡൗൺലോഡ് അല്ല സാർ, ഫ്രീ ഓൺലൈൻ വിസിറ്റിംഗ് ആണ്. നമുക്കിപ്പോ ഓൺലൈനിൽ ഫ്രീ ഓൺലൈൻ വിസിറ്റിംഗ്. ഓക്കെ. ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് കാണാം. അതിന് പൈസ ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഈ 24 hours എത്ര വർഷം, ഞാൻ ഇത് കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും കാശും ചോദിച്ചിട്ടില്ല, ഒന്നുമില്ല, ഫ്രീ. ഞങ്ങള് പുതിയ ബുക്കൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് കഷ്ടപ്പെടുക. പുതിയ ബുക്ക് ആകുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സാർ, സാറിന് സിംറ്റംസ് തപ്പിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ ഇതിന്റെ അകത്ത് സെർച്ച് ഈ ഐക്കോൺസ് ഒക്കെ പുതിയ ഉണ്ട്. ബുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന രീതിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ 2.5 കിലോ ഉണ്ടത്. നല്ല വെയിറ്റ് ഉണ്ട് സാർ, തൂക്കിക്കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഓക്കെ അതാണ്. സലീം കുമാർ ഡോക്ടറെ, നമ്മളെ സമയം. ഓക്കെ സാർ. ഓക്കെ ഡോക്ടറെ. അടുത്ത് ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറേ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തു. ഓക്കെ. ഡോക്ടർ, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ക്ലാസ്. ഡോക്ടർ, ഇത് നമ്മൾ ഈ എക്സർസൈസ് മാത്രം പോരാ എന്ന എൻ്റെ ഒരു അഭിപ്രായമാണ്. എക്സർസൈസ് മാത്രം പോരാ, നമ്മള് നമ്മുടെ ഏജിനനുസരിച്ച് നമ്മുടെ ഫുഡിനും കൂടെ ചേഞ്ച് വരുത്തണം. ഉറപ്പായിട്ട് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഏജിനനുസരിച്ച് നമ്മുടെ വ്യായാമം, അതനുസരിച്ച് നമ്മൾ നമ്മുടെ കലോറി അതും കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വന്നാലേ നമുക്ക് നല്ല ഹെൽത്തി ഫീലിംഗ് ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഷെയർ ചെയ്യാനാണ് ഞാനിത്. പിന്നെ ഡോക്ടർ പറഞ്ഞ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം, നമുക്ക് ഇപ്പം വന്നിട്ട് അങ്ങനല്ല കാണുന്നത്. ഈവൻ 70-ലുള്ള ആള് വരെ ഈ ജങ്ക് ഫുഡ് വാങ്ങിച്ച് വിഴുങ്ങുക, എന്നിട്ട് രാവിലെ ഓടാൻ ശ്രമിക്കുക. സാറ് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു ഡോക്ടർ, ഭക്ഷണത്തിന്റെ കാര്യേ, ജങ്ക് ഫുഡിന്റെ കാര്യമൊക്കെ ഡോക്ടർ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അല്ല, ഞാൻ ആ രീതിയിലല്ല പറഞ്ഞത്. നമ്മുടെ ഏജിനനുസരിച്ച് വേണം നമ്മുടെ ഫുഡ്, ഇൻടേക്ക് ഓഫ് ഫുഡ്. അതായത് കലോറി, നമുക്ക് ഇത്ര കലോറി മതി. അപ്പൊ ആ കലോറിക്ക് അനുസരിച്ചുള്ള നമ്മൾ ഫുഡ് കഴിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയബറ്റീസും ഈ ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉള്ളവരാണെങ്കിൽ പോലും ശരിക്കും മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോഴ് നമ്മളെ എക്സർസൈസും കുറച്ച് വേണമെങ്കിൽ കുറയ്ക്കാം. അതെ, അതായത് കൈവീശി, ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഞാൻ ഒരിക്കലും നടക്കുമ്പോ ഒരു പ്രായമായ ഒരാള് കൈയും വീശി ആഞ്ഞു നടക്കുന്നു, എന്നിട്ട് ഒരു സ്ഥലത്ത് പോയി കുറെ നേരം നിൽക്കുക. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇത്രയും ആഞ്ഞു നടക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ ഇങ്ങനെ നടക്കണ്ട. നിങ്ങൾ 2 കിലോമീറ്റർ നടക്കുന്നെങ്കിൽ നിങ്ങൾ ഒരൊറ്റ സ്പീഡിൽ നടക്കൂ, നിങ്ങൾക്ക് ഒരു ക്ഷീണവും തോന്നത്തില്ല, നിങ്ങൾ എങ്ങും നിൽക്കേണ്ട കാര്യം വരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഈ എക്സർസൈസിൽ പോലും ഒരു ശരിക്കുള്ള ഒരു അറിവില്ല. ആ അറിവ് ഇപ്പൊ തന്നെ ഡോക്ടർ ഇത്രയും പറഞ്ഞില്ലേ, ഇത് വളരെ വളരെ ശരിയാണ്. സ്ട്രെച്ചിങ് എക്സർസൈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ എഴുന്നേറ്റ് സ്ട്രെച്ചിങ് എന്തിനു പറയുന്നു? മൃഗം, പൂച്ചയെ ശ്രദ്ധിച്ചു, നിങ്ങൾ ശ്രദ്ധിച്ചോ? പൂച്ച, ഈ പൂച്ച കിടന്നു കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴൊക്കെ സ്ട്രെച്ചിങ് എക്സർസൈസ് ചെയ്യും. ശ്രദ്ധിച്ചോ? ഒരു മൃഗമാണ്. അല്ലാതെ രാവിലെ കസർത്തും നടത്തും, ഈ മരങ്ങളിലൊക്കെ ഓടി കയറി. അത് നടത്തിക്കോട്ടെ, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞുള്ള കാര്യമാണ്. പൂച്ച തന്നെ എക്സർസൈസ് വരെ ചെയ്യുന്നുണ്ടെന്ന് പറയാ. സ്ട്രെച്ചിങ് എക്സർസൈസ് ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റിക്കുമ്പോൾ, രാവിലെ ഉച്ചയ്ക്ക് കിടന്നു കഴിഞ്ഞ് എഴുന്നേറ്റാലും രാവിലെ എഴുന്നേൽക്കുമ്പോഴും യു മസ്റ്റ് ഡു ദി സ്ട്രെച്ചിങ് എക്സർസൈസ്. എന്നിട്ട് ശരി ഡോക്ടറെ, നന്നായിരുന്നു. ഇനിയും ഡോക്ടർ ഇതുപോലത്തെ ക്ലാസ്സുകൾ നമ്മുടെ IFPS ഡോക്ടർക്കുള്ള നന്ദിയും കൂടെ പറയണേ. ഡോക്ടറെ, ഞങ്ങള് ഡോക്ടറോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. വളരെ നന്ദി IFPS ക്ലാസ്സിൽ വന്ന് ക്ലാസ് എടുത്തതിന്. ഇനിയും ഡോക്ടർ വരണം. ഡോക്ടറുടെ ബയോഡേറ്റ ഒന്നും എനിക്കറിയില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ എവിടെ വർക്ക് ചെയ്യുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കയറാനായിട്ട് സ്വല്പം താമസിച്ചു പോയി. പക്ഷെ എന്നെന്നും ഡോക്ടറോട് ഞങ്ങൾ IFPS നന്ദിയുള്ളവരായിരിക്കും. ഇവിടെ കേൾക്കാൻ ഇന്ന് കൂടിയവർക്കും ഞാൻ IFPSന്റെ പേരിലും എൻ്റെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഓക്കെ, നന്ദി ഹരിഹരൻ സാറ്. നമ്മുടെ
ഡോക്ടർ തിരുവനന്തപുരം ഹോമിയോപ്പതി മെഡിക്കൽ കോളേജില് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ വകുപ്പില് അസിസ്റ്റന്റ് പ്രൊഫസറാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോ ഡോക്ടർ ക്ലാസ് വളരെ നന്നായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഫോൺ നമ്പർ കൂടെ ഒന്ന് ഷെയർ ചെയ്യോ? ഷെയർ ചെയ്യാം സാർ, തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം സാർ. ഒന്ന് ഷെയർ ചെയ്ത ഉപകാരമായിരിക്കും. ഓക്കെ സാർ, ഉറപ്പായിട്ടും ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം സാർ. ഡോക്ടർ നല്ല ക്ലാസ്സാണ് എടുത്തത്, എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി ആ ഒരു എക്സർസൈസിനെ കുറിച്ചൊക്കെ കുറച്ചും കൂടി ഡോക്ടർക്ക് സമയമുള്ളപ്പോൾ വീണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നമുക്ക് പരിചയപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ ക്ലാസ് എടുത്ത ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഗ്രൂപ്പിൽ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ടും ഡോക്ടർക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഓക്കെ.